അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വസ്വഹാബിഹി അൽ ഫായിസിന ബിറളില്ലാഹ് അമ്മാ ബഅദ്. വേദിയിലെ ആദരണീയരായ നേതാക്കളെ, പണ്ഡിതന്മാരെ, സഹോദരങ്ങളെ, സഹോദരിമാരെ, കാരുണ്യവാനായ അള്ളാഹുവിൻ്റെ ആജ്ഞാനിർദ്ദേശങ്ങൾ ജീവിതത്തിൽ എപ്പോഴും പാലിക്കണം എന്ന് ആമുഖമായി ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയ എണ്ണമറ്റ അനുഗ്രഹങ്ങളെ ആസ്വദിക്കുന്നവരും അനുഭവിക്കുന്നവരുമാണ് നാം ഓരോരുത്തരും. അവൻ നമുക്ക് നൽകിയ അനുഗ്രഹങ്ങളെ ആസ്വദിക്കുന്നതിനോടൊപ്പം ആ അനുഗ്രഹങ്ങൾക്ക് നന്ദി കാണിക്കുക എന്നത് നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമായി സ്വീകരിക്കേണ്ടവരാണ് വിശ്വാസികൾ. അവൻ നമുക്ക് നൽകിയ അനുഗ്രഹങ്ങൾ എണ്ണിത്തിട്ടപ്പെടുത്താൻ നമ്മൾ ആരെങ്കിലും തുനിഞ്ഞാൽ ആ അനുഗ്രഹങ്ങൾ എണ്ണിക്കണക്കാക്കാൻ ആർക്കും കഴിയില്ല എന്നത് വിശുദ്ധ ഖുർആനിൻ്റെ ഒരു സന്ദേശമാണ്, വലിയൊരു തത്വമാണ്. അവൻ നമുക്ക് നൽകിയ അനുഗ്രഹങ്ങളിൽ വളരെ പ്രധാനപ്പെട്ട ഒരു അനുഗ്രഹമാണ് നമ്മുടെ യുവത്വ കാലഘട്ടം എന്ന് പറയുന്നത്. ഒരാളുടെ യൗവനം അത് വാർദ്ധക്യത്തിലേക്ക് കടക്കുന്നതിന് മുമ്പായി അത് ഉപയോഗപ്പെടുത്തുന്നവരാണ് വിശ്വാസികൾ എന്ന് വിശ്വാസികളുടെ അടയാളങ്ങൾ വിശദീകരിക്കുന്നിടത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പറയുന്നത് കാണാൻ കഴിയും. നമ്മുടെ യുവത്വത്തെ നാം ഉപയോഗപ്പെടുത്തണം. നാം വാർദ്ധക്യത്തിലേക്ക് കടന്നു പോകുന്നതിന് മുമ്പായി ജീവിതത്തിൽ ഏറ്റവും നല്ല കാലഘട്ടമാണ് യൗവനം. ഒരു മനുഷ്യന്റെ ആയുസ്സിൽ ചോദ്യം ചെയ്യപ്പെടുമ്പോൾ ആ ചോദ്യം ചെയ്യപ്പെടുന്നിടത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രത്യേകമായി എടുത്തു പറയുന്നത് നമ്മുടെ കുട്ടിക്കാലത്തെക്കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പരാമർശങ്ങളിൽ നമുക്ക് കാണാൻ കഴിയില്ല. നമ്മുടെ വാർദ്ധക്യത്തെക്കുറിച്ച് ചോദിക്കുമെന്നത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പരാമർശങ്ങളിൽ നമുക്ക് കാണാൻ കഴിയില്ല. എന്നാൽ നമ്മുടെ യൗവന കാലഘട്ടത്തെക്കുറിച്ച് അൻ ശബാബിഹി ഫീമാ അബ്ലാ, അവന്റെ യുവത്വത്തെ എങ്ങനെയാണ് അവൻ ചിലവഴിച്ചത്, നശിപ്പിച്ചത്, അല്ലെങ്കിൽ അത് കടന്നുപോയത് എന്ന് പറയാതെ നാളെ പരലോകത്തൊരു കാൽപാദം മുന്നോട്ട് വെക്കാൻ കഴിയില്ല എന്നത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ വളരെ കൃത്യമായി നമ്മളെ താക്കീത് ചെയ്യുന്ന ഒന്നാണ്. യുവത്വ കാലഘട്ടം എന്ന് പറയുന്നത് ഒരു നാടിനെ പ്രകാശിപ്പിക്കാൻ കഴിയുന്ന ഒരു വിളക്കുമാടം പോലെയാണ്. അതേപോലെ തന്നെ അതിനെ ഇരുട്ടിലാക്കുവാനും കഴിയുന്ന ഒന്നാണ്. ഒരുപാട് വഴികൾ നമുക്ക് മുന്നിൽ തുറന്നു ലഭിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന, ഒരുപാട് മാർഗങ്ങൾ നമ്മുടെ മുന്നിൽ നമുക്ക് അവസരങ്ങളായി കടന്നു വന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് ഞാനും നിങ്ങളുമെല്ലാം ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആലയും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയും 23 കൊല്ലക്കാലങ്ങൾ കൊണ്ട് അവതരിപ്പിക്കപ്പെട്ട വിശുദ്ധ ഖുർആനും ആ 23 കൊല്ലക്കാലങ്ങൾ കൊണ്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ജീവിച്ച് കാണിച്ചു തന്ന വഴിയടയാളങ്ങൾ നമുക്ക് മുന്നിലുണ്ട്. അതിൽ നിന്ന് മാറി സഞ്ചരിക്കാൻ ലഹരി മാഫിയകളുടെ ചതിക്കുഴികൾ നമുക്ക് മുന്നിലുണ്ട്. വൃത്തികേടുകളുടെയും തോന്നിവാസങ്ങളുടെയും അനാചാരങ്ങളുടെയും അന്ധവിശ്വാസങ്ങളുടെയും എല്ലാ നീചവൃത്തികളുടെയും വഴികൾ നമുക്ക് മുന്നിൽ അവസരങ്ങളായി കാത്തു നിൽക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് ഞാൻ നിങ്ങളുമെല്ലാം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. പല തിന്മകളിലേക്കും വളരെ എളുപ്പം കടന്നു പോകാൻ കഴിയുന്ന ഒരു കാലഘട്ടമാണ് മനുഷ്യരുടെ യൗവന കാലഘട്ടം എന്ന് പറയുന്നത്. എന്നാൽ ഇസ്ലാം യുവത്വത്തെ, യൗവനത്തെ പരാമർശിക്കുന്നത് രണ്ട് ദുർബലതകൾക്കിടയിലുള്ള മനുഷ്യരുടെ ഏറ്റവും ശക്തമായ കാലഘട്ടമാണ് എന്ന് വിശദീകരിച്ചുകൊണ്ടാണ്. വിശുദ്ധ ഖുർആൻ അതിനെ സംബന്ധിച്ച് പറയുന്നത്
അല്ലാഹുല്ലദീ ഖലഖക്കും മിൻ ളഅഫിൻ, ദുർബലരായി കൊണ്ടാണ് മനുഷ്യരെ അല്ലാഹു സൃഷ്ടിച്ചത്. നമ്മൾ ആരെങ്കിലും ബാങ്ക് ബാലൻസുകളുമായി ഈ ഭൂമിയിലേക്ക് കടന്നു വന്നവരാണോ? നമ്മൾ ആരെങ്കിലും ആധാർ കാർഡുകൾ, ക്രെഡിറ്റ് കാർഡുകളുടെയും അതേപോലെ തന്നെ ATM കാർഡുകളുടെയും അകമ്പടികളിലൂടെ ഈ ഭൂമിയിലേക്ക് കടന്നു വന്നവരാണോ? ആധാരങ്ങളുടെ കോപ്പികൾ കൈകളിൽ പിടിച്ചുകൊണ്ട് ഭൂമിയിലേക്ക് ജനിച്ചു വീണ മനുഷ്യരുണ്ടോ? ഇല്ല. കൈകൾ ചുരുട്ടിപ്പിടിച്ചു മലർന്നു കിടന്ന് കരയാൻ മാത്രം കഴിയുന്ന ദുർബലതയിലാണ് മനുഷ്യർ ഈ ഭൂമിയിലേക്ക് സൃഷ്ടിക്കപ്പെടുന്നത്. ആ ദുർബലതയിൽ നിന്ന് അള്ളാഹു നമുക്ക് ഖുവ്വത്ത് നൽകുന്നു, ശക്തി നൽകുന്നു, ആരോഗ്യം നൽകുന്നു, കാലുകൾക്ക് നടന്നു പോകാനുള്ള കരുത്ത് നൽകുന്നു, കൈകൾക്ക് പിടിക്കുവാനുള്ള ശക്തി നൽകുന്നു, നമ്മുടെ ശരീരത്തിന് ആലോചിക്കുവാനും ചിന്തിക്കുവാനും ഹൃദയങ്ങൾക്ക് കരുത്തും കഴിവും നൽകുന്നു. അള്ളാഹുവിൻ്റെ എല്ലാ അനുഗ്രഹങ്ങളും ആസ്വദിക്കുന്ന യുവത്വത്തിലേക്ക് ഒരു ദുർബലതയിൽ നിന്ന് നാം കടന്നു പോകുന്നു. ആ ശക്തമായ ഖുവ്വത്തിന് ശേഷം ദുർബലതയിലേക്ക് നാം വീണ്ടും തിരിച്ചു പോകുന്നു. 19 വയസ്സും 20 വയസ്സും പ്രായമുള്ള യുവത്വ കാലഘട്ടങ്ങളിൽ നാം നടന്നു പോകുന്ന വേഗതകളിൽ നമ്മുടെ വീട്ടിൽ ഉപ്പമാർക്ക് സഞ്ചരിക്കാനാവുമോ? നമ്മുടെ ഉമ്മമാർക്ക് സഞ്ചരിക്കാനാവുമോ? വാർദ്ധക്യത്തിലേക്ക് കടന്നു പോകുന്ന മനുഷ്യർക്ക് യാത്ര ചെയ്യാനാവുമോ? വേഗതയിൽ വ്യത്യാസങ്ങളുണ്ട്, സംസാരങ്ങളിൽ വ്യത്യാസങ്ങളുണ്ട്, ആലോചനകളിലും ചിന്തകളിലും വ്യത്യാസങ്ങൾ കടന്നു വരുന്ന ദുർബലതകളിലേക്ക് യൗവനത്തിന് ശേഷം ആരോഗ്യമുള്ള ദൃഢമായ ഒരു കാലഘട്ടത്തിന് ശേഷം കടന്നു പോകുമെന്നാണ് വിശുദ്ധ ഖുർആൻ നമ്മൾ ഓർമ്മപ്പെടുത്തുന്നത്. അതുകൊണ്ട് തന്നെ ഏറെ പ്രാധാന്യമുള്ള, ഏറെ പ്രസക്തമായ ഒരു കാലഘട്ടമാണ് മനുഷ്യരുടെ യുവത്വ കാലഘട്ടം. അതുകൊണ്ടാണ് വിശുദ്ധ ഖുർആൻ ഏറ്റവും ശക്തരായ മനുഷ്യരെ കുറിച്ച് പരാമർശിക്കുന്നിടത്ത് അവരുടെ യുവത്വത്തെ വളരെ പ്രസക്തമായി പരാമർശിക്കുന്നതും പരിഗണിക്കുന്നതും നമുക്ക് കാണാൻ കഴിയുന്നത്. 40-ാമത്തെ വയസ്സിൽ ഒരു നാട്ടിൽ വിപ്ലവം ഉണ്ടാക്കിയ, ലോകത്തിന് പരിവർത്തനമുണ്ടാക്കിയ, ലക്ഷക്കണക്കിന് വരുന്ന മനുഷ്യർക്കിടയിൽ വിശുദ്ധ ഇസ്ലാമിന്റെ ആശയങ്ങളുമായി കടന്നു വന്ന മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നിയോഗമുണ്ടാകുന്നത് യുവത്വത്തിന്റെ തീക്ഷ്ണതയിൽ അള്ളാഹുവിന്റെ പ്രവാചകൻ കടന്നു പോകുന്ന 40-ാമത്തെ വയസ്സിലാണ്. വിണ്ണിൽ നിന്ന് മണ്ണിലേക്ക് ഇറാഖുവയുടെ അന്ധകാരത്തിൽ ധ്യാനത്തിനിരിക്കുന്ന കാലഘട്ടത്തിലാണ് 40-ാമത്തെ വയസ്സിൽ ആകാശലോകത്ത് നിന്ന് മലക്ക് നാമൂസുല്ലമീൻ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ഇറാഖുവയുടെ അന്ധകാരത്തിലേക്ക് പ്രവാചകനായി തിരഞ്ഞെടുക്കപ്പെടുന്ന വഹിയുമായി കടന്നു വരുന്നത്. പ്രവാചകന്റെ കൂടെ തോളോട് തോൾ ചേർന്ന് ഇസ്ലാമിന്റെ സംരക്ഷണത്തിന് വേണ്ടി പൊരുതിയ മഹാരഥന്മാരായ മനുഷ്യരുടെ ചരിത്രങ്ങൾ വിശദീകരിക്കുന്നിടത്ത് 4 വ്യക്തികളെ കുറിച്ച് പരാമർശിക്കുന്നുണ്ട്. ഒന്ന് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവാണ്. 38-ാമത്തെ വയസ്സിൽ പ്രവാചകന്റെ തോളോട് തോൾ ചേർന്ന് നിന്ന് ഇസ്ലാമിന്റെ സുന്ദരമായ പ്രകാശത്തിലേക്ക് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കടന്നു വരുന്നത് ചരിത്രത്തിൽ നമുക്ക് വായിച്ചെടുക്കാൻ കഴിയും. 35-ാമത്തെ വയസ്സിൽ ഇസ്ലാമിന്റെ സുന്ദരമായ രാജപാതയിലേക്ക് കടന്നു വന്ന ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു. 32-ാമത്തെ വയസ്സിൽ മുസ്ലിം സമൂഹത്തിന്റെ കൂടെ നിന്ന മഹാനായ ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു. 18-ാമത്തെ വയസ്സിൽ പ്രവാചകന്റെ കൂടെ വിശ്വാസിയായി കടന്നു വന്ന അലി ബിൻ അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു. ചെറുപ്പത്തിന്റെ യുവത്വത്തിന്റെ തീക്ഷ്ണതയിൽ പ്രവാചകന്റെ കൂടെ 40 വയസ്സുള്ള യൗവനത്തിന്റെ തീക്ഷ്ണതയിൽ നിന്ന് അള്ളാഹുവിന്റെ പ്രവാചകന്റെ കൂടെ നിന്ന് ഇസ്ലാമിന്റെ ജൈത്രയാത്രയ്ക്ക് തുടക്കം കുറിച്ച ഭാരതന്മാരെ വ്യക്തമാക്കുന്നിടത്ത് യുവത്വത്തിന്റെ ആവേശം ഉൾക്കൊണ്ട ചെറുപ്പക്കാരെ സംബന്ധിച്ചുള്ള പരാമർശങ്ങൾ എമ്പാടും നമുക്ക് വായിച്ചെടുക്കാൻ കഴിയും. ഇബ്രാഹിം നബിയുടെ ചരിത്രം ഖുർആൻ വിശദീകരിക്കുന്നുണ്ട്. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമ എന്ന ഒരു ചെറുപ്പക്കാരനെ കുറിച്ച് ആ നാട്ടിൽ സംസാര വിഷയമായി. എന്തിനാണ് ആ നാട്ടിൽ ഇബ്രാഹിം നബി എന്ന ചെറുപ്പക്കാരൻ സംസാര വിഷയമായി മാറിയത്? ഉമ്മയെ തലക്കടിച്ചു കൊന്ന ലഹരി മാഫിയയുടെ കൈകളിൽ അകപ്പെട്ടു പോയ ചെറുപ്പക്കാരുടെ തീക്ഷ്ണതയെ സംബന്ധിച്ചുള്ള വർത്തമാനങ്ങൾക്കിടയിലല്ല, സ്വന്തം കൂടപ്പിറപ്പുകളെ മദ്യത്തിന്റെയും ലഹരിയുടെയും ആ അതിപ്രസരംഗ പേറി ജീവിതത്തിന്റെ തലച്ചോറ് മരവിപ്പിക്കുന്ന ലഹരി മാഫിയകളുടെ കൈകളിൽ അകപ്പെട്ടുപോയി സ്വന്തം കൂടപ്പിറപ്പുകളുടെ മാനത്തിന് വില പറയുന്ന മനുഷ്യരുടെ ചരിത്രം പറയുന്നിടത്തല്ല ഇബ്രാഹിം നബിയുടെ ചരിത്രത്തെ ഖുർആൻ വിശദീകരിക്കുന്നത്. ക്യാമ്പസുകളിൽ, കലാലയമുറ്റങ്ങളിൽ സൗഹൃദത്തിന്റെയും സ്നേഹത്തിന്റെയും സാഹോദര്യത്തിന്റെയും സമർപ്പണത്തിന്റെയും സുന്ദരമായ ചരിത്രങ്ങൾ വിരിയിക്കുന്ന പ്രകാശങ്ങൾ കാണുന്ന ക്യാമ്പസ് മുറ്റങ്ങളിൽ സ്വന്തം കൂടപ്പിറപ്പിന്റെ ശരീരത്തിൽ കത്തിമുനകയറ്റുന്ന റാഗിംഗ് സംസ്കാരങ്ങളുടെ ചരിത്രം പറയുന്നിടത്തല്ല ഇബ്രാഹിം നബിയുടെ ചരിത്രത്തെ ഖുർആൻ വിശദീകരിക്കുന്നത്. ഇബ്രാഹിം നബി എന്ന ഒരു ചെറുപ്പക്കാരനെ കുറിച്ച് ഈ നാട്ടിൽ സംസാര വിഷയമായി. ആ സംസാര വിഷയത്തിന്റെ കാരണമെന്ന് പറയുന്നത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന വിശുദ്ധമായ ആദർശത്തിന്റെയും തൗഹീദിന്റെയും കരുത്ത് ഹൃദയത്തിലേക്ക് സന്നിവേശിപ്പിക്കപ്പെട്ട ഒരു ആശയധാര ആ സമൂഹത്തിന് കാണിച്ചു കൊടുത്തു എന്നതിന്റെ പേരിലാണ്.
ഇബ്രാഹിം നബി നേരിട്ട പരീക്ഷണങ്ങളെ ആർക്കാണ് അഭിമുഖീകരിക്കാൻ കഴിയുക? ചെറുപ്പത്തിന്റെ തീഷ്ണതയിൽ ഇബ്രാഹിം നബി കടന്നുപോയ വഴികളെ കുറിച്ച് നമുക്ക് ആലോചിക്കാൻ കഴിയുമോ? ആ നാട്ടിലെ അക്രമികളായ ഭരണകൂടത്തിനെതിരെ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന വിശുദ്ധമായ തൗഹീദിന് വേണ്ടിയാണ് ഇബ്രാഹിം നബിയുടെ സംസാരം ഉണ്ടാകുന്നത്. ഇബ്രാഹിം നബി പരീക്ഷണങ്ങൾ മുഴുവൻ നേരിട്ടത്, പരീക്ഷണങ്ങൾ മുഴുവൻ അതിജയിക്കുന്നത്, ഇബ്രാഹിം നബിയുടെ ജീവിതത്തിൽ കടന്നു പോകുന്ന വഴികളിൽ വീണു പോകുന്ന ഘട്ടങ്ങളിലെല്ലാം ആത്മവിശ്വാസത്തോടുകൂടി തിരിച്ചു വന്നത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ആദർശബോധത്തിന്റെ കരുത്തുകൊണ്ടാണ് എന്ന് അദ്ദേഹത്തിന്റെ ചരിത്രം വിശദീകരിക്കുന്നിടത്ത് എല്ലാം നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. കഅബാലയത്തിന്റെ മുന്നിൽ തന്റെ ഭാര്യയെ, ഇബ്രാഹിം നബി തന്റെ ഭാര്യയെ കൊണ്ടുപോയാക്കുന്ന രംഗമുണ്ട്. ഭാര്യയുടെ കയ്യിൽ ഒരു ചോരക്കുഞ്ഞുണ്ട്. ഇബ്രാഹിം നബി തന്റെ ഭാര്യയെയും കുഞ്ഞിനെയും കഅബാലയത്തിന്റെ മുന്നിൽ കൊണ്ടുപോയി ആക്കി നടന്നു പോകുന്ന ഒരു രംഗം ചരിത്രത്തിലുണ്ട്. ഇബ്രാഹിം നബി കൊണ്ടുപോയാക്കുന്ന മക്ക എന്ന് പറയുന്നത്, കഅബയുടെ പരിസരം എന്ന് പറയുന്നത് 2020 2000 ശേഷമുള്ള ആധുനിക സൗദി അറേബ്യയുടെ മുറ്റത്ത് നിന്നുകൊണ്ടല്ല ഇബ്രാഹിം നബിയുടെ സംസാരം ഉണ്ടാകുന്നത്. ക്ലോക്ക് ടവറിന്റെയും ദാറു തൗഹീദിന്റെയും അമ്പരചുംബികളായ ബിൽഡിങ്ങുകളുടെ തണലുകൾക്ക് ചുവട്ടിൽ നിന്നുകൊണ്ടല്ല ഇബ്രാഹിം നബിയുടെ ചരിത്രം ഉണ്ടാകുന്നത്. ഇബ്രാഹിം നബിയുടെ ആത്മവിശ്വാസത്തിന്റെ കരുത്തുണ്ടാകുന്നത് ആകാശത്ത് 50 ഡിഗ്രി സൂര്യന്റെ ചൂട്, സൂര്യപ്രകാശം കത്തിജ്വലിക്കുന്ന 50 ഡിഗ്രിയിലധികം വരുന്ന സൂര്യന്റെ ചൂട് ആ ഭൂമിയിലേക്ക് കടന്നു വരുമ്പോഴും മത്താഫിലൂടെയും പരിശുദ്ധ ഹറമിന്റെ മുന്നിലൂടെയും നടന്നു പോകുന്ന മനുഷ്യരുടെ കാഴ്ചവട്ടിലൂടെ അരിച്ചു കയറുന്ന, തണുപ്പ് കയറുന്ന ഇന്നത്തെ മക്കയുടെ പരിസരത്ത് നിന്നുകൊണ്ടല്ല ഇബ്രാഹിം നബിയുടെ ചരിത്രം ഉയർന്നു വരുന്നത്. മറിച്ച് ഇബ്രാഹിം നബിയുടെ പിന്നാലെ ഹാജറ ബീവി കടന്നു ചെന്ന് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. യാ ഇബ്രാഹിം, ഇബ്രാഹിം എങ്ങോട്ടാണ് നിങ്ങൾ പോകുന്നത്? ഞങ്ങളെ ഒഴിവാക്കിക്കൊണ്ട് മനുഷ്യരില്ലാത്ത, ജീവജാലങ്ങളില്ലാത്ത, വെള്ളമില്ലാത്ത, വെളിച്ചമില്ലാത്ത, ജീവന്റെ തുടിപ്പുകളില്ലാത്ത, തണൽ മരങ്ങളില്ലാത്ത, ഒരു പച്ചപ്പ് പോലും കാണാൻ കഴിയാത്ത ഊഷരമായ അറബ് രാജ്യത്തിന്റെ മണ്ണിൽ ഞങ്ങളെ ഏൽപ്പിച്ചുകൊണ്ട്, ആരെ ഏൽപ്പിച്ചുകൊണ്ടാണ് നിങ്ങൾ കടന്നു പോകുന്നത്? ഇബ്രാഹിം നബി അതിന് മറുപടി പറയുന്നില്ല. ഹാജറ ബീവി വീണ്ടും പിന്നാലെ ചെല്ലുന്നു. ആരെ ഏൽപ്പിച്ചുകൊണ്ടാണ് നിങ്ങൾ പോകുന്നത്? യാ ഇബ്രാഹിം, അയ്ന തദ്ഹബ് വനത്റുകുനാ ഫീ ഹാദൽ വാദി അല്ലദീ ലൈസ ഫീഹി ഇൻസും വലാ ശൈഉൻ. മനുഷ്യരില്ലാത്ത, മരങ്ങളില്ലാത്ത, ജീവജാലങ്ങളില്ലാത്ത, ഒരു പച്ചപ്പിന്റെ തുടിപ്പ് പോലും കാണാൻ കഴിയാത്ത ഈ മണ്ണിൽ ആരെ ഏൽപ്പിച്ചുകൊണ്ടാണ് നിങ്ങൾ കടന്നു പോകുന്നത്? ഇബ്രാഹിം നബി വീണ്ടും മറുപടി പറയുന്നില്ല. മൂന്നാമത്തെ തവണ ഹാജറ ബീവിയുടെ ചോദ്യത്തിന് ഹാജറ ബീവിയുടെ കണ്ണുകളിൽ നോക്കി ഇബ്രാഹിം നബി വിളിച്ചു പറയുന്ന മറുപടി എന്ന് പറയുന്നത്, ഞാൻ അള്ളാഹുവിനെ ഏൽപ്പിച്ചുകൊണ്ടാണ് യുവാക്കളോട്, വിദ്യാർത്ഥികളോട്, ചെറുപ്പക്കാരോട് യൗവനത്തിന്റെ തീഷ്ണതയിൽ പരലോകത്തെ മറന്നുപോകുന്ന, ജീവിതത്തിന്റെ അർത്ഥതലങ്ങൾ മറന്നുപോകുന്ന, ലഹരിയുടെയും മദ്യത്തിന്റെയും മയക്കുമരുന്നുകളുടെയും വൃത്തികേടുകളുടെയും തോന്നിയവാസങ്ങളുടെയും അഹങ്കാരത്തിന്റെയും ആ തീഷ്ണതയിലേക്ക് കടന്നു പോകുന്ന ചെറുപ്പത്തിന് മുന്നിൽ അള്ളാഹുവിനെ കുറിച്ചുള്ള ഓർമ്മകളിലൂടെയാണ് ആത്മവിശ്വാസം ഉണ്ടാകുക എന്ന ചരിത്രമാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ലോകത്തിന്റെ മുന്നിൽ നമുക്ക് കാണിച്ചു തരുന്നത്. ഇബ്രാഹിം നബി പറഞ്ഞു അള്ളാഹിനെ ഏൽപ്പിച്ചുകൊണ്ടാണ്. ഹാജറ ബീവിയുടെ ഒരു മറുപടി, അള്ളാഹിനെ ഏൽപ്പിച്ചാണോ? ഒരു പ്രശ്നവുമില്ല. ആ റബ്ബിനെ ഏൽപ്പിച്ചുകൊണ്ടാണോ? മനുഷ്യരുടെ ഹൃദയങ്ങളിൽ കരുത്തു നൽകാൻ, മനുഷ്യർക്ക് ആത്മവിശ്വാസം നൽകാൻ, വീണുപോകുന്ന ഘട്ടങ്ങളിൽ കൈപിടിച്ചുയരാൻ, ആകാശം മുട്ടുയർന്നു നിൽക്കാനും കരുത്തു നൽകുന്ന ആത്മവിശ്വാസം എന്ന് പറയുന്നത് തൗഹീദിന്റെ കരുത്താണ്. മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ കരുത്തെന്ന് പറയുന്നതും MSM-ഉം ISM-ഉം എല്ലാം ചെറുപ്പക്കാർക്കും വിദ്യാർത്ഥികളുടെയും ഹൃദയങ്ങളിലേക്ക് പകർന്നു നൽകുന്നതും ഈ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ആത്മവിശ്വാസത്തിന്റെ കരുത്താണ്. ആയിഷ ബീബി റളിയല്ലാഹു അൻഹ ലോകത്തോട് പറയുന്ന ഹദീസ് ഗ്രന്ഥങ്ങളുടെ താളുകളിൽ, തങ്കലിപികളിൽ എഴുതി വെക്കപ്പെട്ട വചനങ്ങളുണ്ട്. 23 കൊല്ലങ്ങൾക്ക് മുമ്പ് ജസീറത്തുൽ അറബിലെ തെരുവോരങ്ങളിൽ പ്രവാചകന്റെ ചരിത്രമുണ്ടാകുന്നതിന് ആ 23 കൊല്ലക്കാലങ്ങൾക്ക് മുമ്പ് എല്ലാ വൃത്തികേടുകളുടെയും അടയാളങ്ങൾ പേറിയ ഒരു മണ്ണിലാണ് ഞങ്ങൾ ജീവിച്ചത്. വേശ്യാലയങ്ങൾ വേശ്യകളാണെന്ന് തിരിച്ചറിയാൻ ഉയർന്ന കൊടികൾ നാട്ടിയിരുന്ന പെണ്ണുങ്ങൾ ഉണ്ടായിരുന്ന ഒരു കാലഘട്ടത്തിൽ, മദ്യം എന്ന് പറയുന്നത് ജീവിതത്തിന്റെ ഭാഗമായി സ്വീകരിച്ച ഒരു സമൂഹം ഉണ്ടായിരുന്ന ഒരു കാലഘട്ടത്തിൽ, ഒട്ടകത്തിന്റെ, അയൽവാസിയുടെ ഒട്ടകക്കുട്ടി തന്റെ വീട്ടുമുറ്റത്തേക്ക് കടന്നു വന്നതിന്റെ പേരിൽ കാലഘട്ടങ്ങളോളം യുദ്ധം ചെയ്ത മനുഷ്യരുണ്ടായിരുന്ന കാലഘട്ടത്തിൽ, മനുഷ്യത്വത്തെ കുറിച്ചറിയാത്ത, മാതാപിതാക്കളെ കുറിച്ചറിയാത്ത, ജനിച്ചു വീഴുന്ന കുഞ്ഞുങ്ങൾ പെൺകുഞ്ഞാണെന്ന വാർത്ത അറിയുമ്പോൾ ജസീറത്തുൽ അറബിന്റെ തെരുവോരങ്ങളിൽ കുഴികൾ ഉണ്ടാക്കി കുഴിച്ചു മൂടിയിരുന്ന മനുഷ്യരുണ്ടായിരുന്ന കാലഘട്ടത്തിലാണ് വിശുദ്ധമായ
തൗഹീദിന്റെ വെളിച്ചവുമായി അള്ളാഹുവിന്റെ പ്രവാചകൻ കടന്നു വരുന്നത്. ആയിഷ ബിബി റളിയല്ലാഹു അൻഹ പറയുന്ന വാക്കുകൾ കടമെടുത്തുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് ഓർമ്മപ്പെടുത്താനുള്ളത്, ആയിഷ ബിബി റളിയല്ലാഹു അൻഹ വിശദീകരിക്കുന്നത്, ഞങ്ങളിലേക്ക് പ്രവാചകൻ കടന്നു വന്ന് മദ്യപിക്കരുതെന്ന് പറഞ്ഞിരുന്നുവെങ്കിൽ ഞങ്ങൾക്കത് ഒഴിവാക്കാൻ കഴിയുമായിരുന്നില്ല. ഞങ്ങളിലേക്ക് പ്രവാചകൻ കടന്നു വന്ന് വ്യഭിചരിക്കരുതെന്ന് പറഞ്ഞിരുന്നുവെങ്കിൽ ഞങ്ങൾക്ക് ഒഴിവാക്കാൻ കഴിയുമായിരുന്നില്ല. ഞങ്ങളിലേക്ക് പ്രവാചകൻ കടന്നു വന്ന് പെൺകുഞ്ഞുങ്ങൾക്ക് സ്വാതന്ത്ര്യം നൽകണമെന്ന് പറഞ്ഞിരുന്നുവെങ്കിൽ ഞങ്ങൾക്ക് ഒഴിവാക്കാൻ കഴിയുമായിരുന്നില്ല. ഞങ്ങളിലേക്ക് അല്ലാഹുവിന്റെ പ്രവാചകൻ കടന്നു വന്നു, റസൂലുള്ളാഹി ഞങ്ങളിലേക്ക് കടന്നു വന്നു, ഞങ്ങളുടെ ഹൃദയങ്ങൾക്ക് വെളിച്ചം നൽകി. ആ വെളിച്ചം എന്ന് പറയുന്നത് തൗഹീദ് ഉണ്ടാക്കിയ വെളിച്ചമാണ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉണ്ടാക്കിയ വെളിച്ചമാണ്, ആത്മവിശ്വാസമാണ്. അതുകൊണ്ട് തന്നെയാണ് ഒന്നാമതും രണ്ടാമതും മൂന്നാമതും അഞ്ചാമതും പത്താമതും മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ അടിത്തറ എന്ന് പറയുന്നത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയുന്ന ആത്മവിശ്വാസമാണ് എന്ന് ആവർത്തിക്കപ്പെടാനുള്ള കാരണം. ആ ആത്മവിശ്വാസമാണ് മദ്യമുക്തമായ മദീന എന്ന സ്വർഗരാജ്യത്തെ ലോകത്തിന്റെ മുന്നിൽ സമ്മാനിച്ചത്. ജനിച്ചു വീഴുന്ന കുഞ്ഞുങ്ങളെ കുഴിച്ചു മൂടിയിരുന്ന കാലഘട്ടത്തിലാണ് ഏതൊരു കുറ്റത്തിനാണ് എന്ന് ജീവനോടെ കുഴിച്ചു മൂടപ്പെട്ട പെൺകുട്ടികളോട് ചോദിക്കപ്പെടും എന്ന് ആയത്ത് അവതരിക്കപ്പെടുമ്പോൾ റസൂലുള്ളാഹിന്റെ മുന്നിലേക്ക് കടന്നു വന്ന് അള്ളാഹുവിനോട് ആ സങ്കടങ്ങളെ കുറിച്ച് കണ്ണുനീരോടുകൂടി വർത്തമാനം പറയുന്ന സ്വഹാബത്തിന്റെ ചരിത്രമുണ്ടായത് വിശുദ്ധമായ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ആത്മവിശ്വാസം ഹൃദയത്തിലേക്ക് സന്നിവേശിപ്പിക്കപ്പെട്ട ഒരു സമൂഹത്തിന്റെ പരിവർത്തനത്തിലൂടെയായിരുന്നു. ഇബ്രാഹിം നബിയുടെ ചരിത്രത്തെ തുടർന്ന് നമുക്ക് കാണാൻ കഴിയും. ഇബ്രാഹിം നബി കടന്നു പോകുന്ന വഴികളിലെല്ലാം തൗഹീദിന്റെ കരുത്തുകൊണ്ട് ആ ചെറുപ്പക്കാരൻ വിജയിക്കുന്നത്. അതുകൊണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കരുത്തിലേക്ക് ഈ സമൂഹത്തെ തിരിച്ചു വിളിക്കുന്ന പ്രവർത്തനമാണ് മുജാഹിദ് പ്രസ്ഥാനവും മദീനത്തുലും MSM നടത്തുന്ന തരം പ്രവർത്തനങ്ങളിൽ, കേരളത്തിന്റെ വ്യത്യസ്ത പ്രദേശങ്ങളിൽ ഇസ്ലാഹി കൂട്ടായ്മകൾ നടത്തുന്ന പ്രവർത്തനങ്ങളിലൂടെ നാം ലക്ഷ്യം വെക്കുന്നതും അതിന്റെ ഒരു പ്രതിഫലനമായി നമ്മൾ നോക്കിക്കാണുന്നതും. വീണ്ടും ഖുർആൻ പറയുന്നു, വീണ്ടും ഒരു സംഘം യുവാക്കളെ കുറിച്ച് ഖുർആൻ പറയുന്നുണ്ട്. ആ ചെറുപ്പക്കാരുടെ പ്രത്യേകത, ദക്കിയാനു ചക്രവർത്തിയുടെ രാജകൊട്ടാരത്തിലേക്ക് കടന്നു പോകുന്ന ഒരു സംഘം ചെറുപ്പക്കാർ, അവരുടെ പ്രത്യേകത അവർ യുവാക്കളാണ്. ഇന്നഹും ഫിത്തിയ, അവരൊരു സംഘം യുവാക്കളാണ്. ആ യുവാക്കളുടെ പ്രത്യേകത എന്താണ്? ദക്കിയാനു ചക്രവർത്തിയുടെ രാജകൊട്ടാരത്തിലേക്ക് അവർ കടന്നു ചെല്ലുന്നു. ആ കടന്നു ചെല്ലുന്നവരുടെ പ്രത്യേകത യൗവനത്തിന്റെ തീഷ്ണതയിലാണ് അവരുള്ളത്. ആ ഭരണകൂടം അവർക്കെതിരെ ആയുധങ്ങൾ എടുക്കുന്നു. ഭരണകൂടം എടുക്കുവാനുള്ള കാരണം നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ ആ രാജ്യത്തെ കലാപങ്ങൾ ഉണ്ടാക്കിയതിന്റെ പേരിലല്ല, അയൽവാസികളെ വേട്ടയാടിയതിന്റെ പേരിലല്ല, റോഡുകളിൽ വാഹനങ്ങൾക്ക് കല്ലെറിഞ്ഞതിന്റെ പേരിലല്ല, നിരപരാധികളായ ക്യാമ്പസ് മുറ്റങ്ങളിൽ കുട്ടികളുടെ നെഞ്ചത്ത് കടാരകൾ കൊണ്ട് സ്വന്തം പാർട്ടികളുടെ ചിഹ്നങ്ങൾ എഴുതുന്ന വർത്തമാന കാലഘട്ടങ്ങളിലെ യൗവനങ്ങളെ കുറിച്ച് സംസാരിച്ചതിന്റെ പേരിലല്ല, ലോകത്തിന്റെ തെരുവുകളിൽ സമാധാനം നഷ്ടപ്പെടുത്തുന്ന ആയുധങ്ങളുമായി കടന്നു ചെല്ലുന്ന ലോകരാജ്യങ്ങളിലെ തമ്പുരാക്കന്മാരുടെ തീവ്രതകൾ മനസ്സുകളിൽ കാത്തു സൂക്ഷിച്ചതിന്റെ പേരിലല്ല. അവരെന്തിനാണ് ആട്ടിയോടിക്കപ്പെട്ടത്? അവരെന്തിനാണ് കല്ലേറുകൾ കൊണ്ട് അവരാട്ടിയോടിക്കപ്പെട്ടത്? അവരെന്തിനാണ് ആ രാജ്യങ്ങളിൽ നിന്ന് പുറന്തള്ളപ്പെട്ടത്? അതിന് ഖുർആൻ പറയുന്നത് അവരുടെ ഹൃദയങ്ങളിൽ വർദ്ധിച്ച വിശ്വാസത്തിന്റെ കരുത്തുകൊണ്ടായിരുന്നു. ദക്കിയാനു ചക്രവർത്തിയുടെ മുന്നിൽ എഴുന്നേറ്റ് നിന്ന് അള്ളാഹുവിനെ കുറിച്ച് അവർ പറഞ്ഞു. അത് ഉൾക്കൊള്ളാൻ ആ ഭരണകൂടത്തിന് കഴിഞ്ഞില്ല. അവർ ആയുധങ്ങൾ എടുത്തു. അവർ ആ സമൂഹത്തിന് നേരെ, ആ ചെറുപ്പക്കാരുടെ നേരെ പോരാട്ടങ്ങളുമായി കടന്നു വന്നു. വിശുദ്ധ ഖുർആന്റെ ചരിത്രം ആ യുവാക്കളുടെ തീഷ്ണതയെക്കുറിച്ച് നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. ഒരു തണലുമില്ലാത്ത പരലോകത്ത് നാളെ തണല് കിട്ടുന്ന, ആ പരലോകത്ത് തണല് കിട്ടുന്ന ഒരു നിമിഷമുണ്ട്. അവിടെ നമുക്ക് വേണ്ടി സംസാരിക്കാൻ നമ്മുടെ സുഹൃത്തുക്കളില്ലാത്ത, നമ്മുടെ മാതാപിതാക്കളില്ലാത്ത, നമ്മുടെ സഹോദരങ്ങളില്ലാത്ത, നമുക്ക് വേണ്ടി സംസാരിക്കാൻ ഒരാൾ പോലും ഇല്ലാത്ത, പ്രവാചകന്മാർ പോലും എൻ്റെ ശരീരം നഫ്സി എന്ന് പറയുന്ന ആ ദിവസത്തിൽ തണല് കിട്ടുന്നൊരു വിഭാഗമുണ്ട്. അർശിന്റെ തണല് കിട്ടുന്നൊരു വിഭാഗം. ഇവിടെയുള്ള വാർദ്ധക്യത്തിലുള്ള മനുഷ്യരെ സംബന്ധിച്ചല്ല, ആ തണലിനെ സംബന്ധിച്ച് പരാമർശിക്കുന്നിടത്ത് പ്രവാചകൻ എടുത്തു പറയുന്നത്. അത് കുട്ടികളെ സംബന്ധിച്ചല്ല, അത് യുവാക്കളാണ്. ആ യുവാക്കളുടെ പ്രത്യേകത എന്താണ്? അവർ അള്ളാഹുവിനെ, അവരുടെ റബ്ബിനെ ആരാധിക്കുന്ന, ആ റബ്ബിനെ കീഴൊതുങ്ങുന്ന ഒരു സംഘം ചെറുപ്പക്കാരാണ്. അപ്പൊ യുവാക്കളിൽ നിന്നുണ്ടായി വരേണ്ടത് ഈ ധാർമ്മിക ബോധമാണ്, ഈ ആത്മവിശ്വാസമാണ്. ആത്മവിശ്വാസം കൊണ്ട് നമുക്ക് ലഭിക്കുന്ന നേട്ടം എന്താണ്? ഇന്ന് യുവാക്കളുടെ ഹരമായി മാറിയ ഒരുപാട് മനുഷ്യരുണ്ട്, ഒരുപാട് ആളുകളുണ്ട്. സകല വൃത്തികേടുകളുടെയും തോന്നിയവാസങ്ങളുടെയും
അവരുടെ അത് വഹിക്കുന്ന വാഹകരായി സഞ്ചരിക്കുന്നവരാണ് നമ്മുടെ ചെറുപ്പക്കാരുടെ ആവേശമായി പലപ്പോഴും മാറുന്നത്, കുട്ടികളുടെ ആവേശമായി മാറുന്നത്. ഏതാനും വർഷങ്ങൾക്ക് മുമ്പാണ്, ഒന്ന് രണ്ട് വർഷങ്ങൾക്ക് മുമ്പാണ് മലപ്പുറം ജില്ലയിലെ ഒരു പ്രദേശത്ത് ഒരു കുട്ടി വരുന്നത്. അവൻ അറിയപ്പെടുന്നത് ഒരു തൊപ്പി വെച്ചുകൊണ്ട്, ആ കുട്ടി അറിയപ്പെടുന്നത് തൊപ്പി എന്നാണ്. എന്നെ വല്ലാതെ അത്ഭുതപ്പെടുത്തിയ ഒരു രംഗമായിരുന്നു അത്. മലപ്പുറം ജില്ലയിൽ ഒരു കടയുദ്ഘാടനത്തിന് ആ കുട്ടി വരുന്നു. അവിടെ വലിയ കുട്ടികളുടെ ആൾക്കൂട്ടം ഉണ്ടാകുന്നു, കുട്ടികളുടെ കൂട്ടം ഉണ്ടാകുന്നു, കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു. ആ കുട്ടിയെ അത് ഉദ്ഘാടനം ചെയ്യാൻ വന്ന ആളെ അതിനെ തിരിച്ചയക്കുന്നു. അന്ന് ചാനൽ മലയാള മീഡിയകളിൽ കുട്ടികളുമായി നടത്തിയ സംസാരങ്ങളുണ്ട്. 7ാം ക്ലാസ്സിൽ പഠിക്കുന്ന നമ്മുടെ നാട്ടിലൊരു കുട്ടി ആ വിഷയത്തെ അഭിസംബോധന ചെയ്തുകൊണ്ട് പൊതുസമൂഹത്തോട് പറയുന്ന വാക്കുകൾ ഇപ്രകാരമായിരുന്നു: ഞങ്ങൾ കേരളം കത്തിക്കുമെന്നായിരുന്നു. ഈ നാട് ഞങ്ങൾ കത്തിക്കുമെന്നാണ് നമ്മുടെ കൂട്ടത്തിലെ കുട്ടികളിൽ നിന്ന് ഉയർന്നു വരുന്ന ഒരു ശബ്ദം എന്ന് പറയുന്നത്. റോൾ മോഡലുകളായി നമ്മൾ ആരെയാണ് സ്വീകരിക്കുന്നത്? ആരെയാണ് നമ്മൾ മാതൃകയായി സ്വീകരിക്കുന്നത്? ലഖദ് കാന ലക്കും ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന. നമുക്കാരെയാണ് മാതൃകയായി സ്വീകരിക്കാനുള്ളത്? ജീവിതത്തിന്റെ ഏത് രംഗത്തും നമുക്ക് ഏറ്റവും നല്ല മാതൃക എന്ന് പറയുന്നത് തിന്മയുടെ സമീപത്ത് കൂടി പോലും ജീവിതത്തിൽ ഒരിക്കലും കടന്നു പോകാത്ത മനുഷ്യരോട്, ജീവികളോട്, സസ്യലതാദികളോട്, മിത്രങ്ങളോട്, ശത്രുക്കളോട്, അയൽവാസികളോട്, മാതാപിതാക്കളോട്, തങ്ങളുടെ പേരക്കുട്ടികളോട്, രാജ്യങ്ങളിൽ നിന്ന് കടന്നു വരുന്ന അഭയാർത്ഥികളോട് എല്ലാം ലോകത്ത് ഏറ്റവും മാന്യതയോടുകൂടി മാത്രം പെരുമാറിയ അത്ഭുതകരമായൊരു മനുഷ്യനുണ്ട്. അദ്ദേഹത്തിന്റെ പേരാണ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ പ്രവാചകനാണ് മനുഷ്യരെ നമുക്ക് ഏറ്റവും നല്ല മാതൃക എന്ന് പറയുന്നത്. ലഖദ് കാന ലക്കും ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന. ഏറ്റവും നല്ല മാതൃക പ്രവാചകന്റെ ജീവിതത്തിൽ നിന്നാണ് നമുക്ക് ആ വെളിച്ചമുള്ളത്, ആ തെളിച്ചമുള്ളത്, ആ മാതൃകയുള്ളത്. പ്രവാചകന്റെ ജീവിതത്തിൽ എവിടെയാണ് നമുക്ക് മാതൃകയില്ലാത്തൊരു നിമിഷമുണ്ടോ പ്രവാചകന്റെ ജീവിതത്തിൽ? ഇല്ല. ഏത് രംഗത്തിലും ആ രംഗമുണ്ടാക്കിയത് ഒരു വലിയ യൗവനത്തിന്റെ തീഷ്ണതയിൽ ജീവിച്ച ഒരു സമൂഹത്തെ പരിവർത്തിപ്പിച്ചുകൊണ്ടായിരുന്നു. എന്താണ് നന്മയുടെ മാർഗത്തിൽ മുന്നോട്ട് പോയാൽ നമുക്ക് ലഭിക്കുന്ന നേട്ടം എന്ന് പറയുന്നത്? സെയ്ദ് ബിൻ സാബിത്ത് റളിയല്ലാഹു അൻഹു എന്ന് പറയുന്ന ഒരു സ്വഹാബിയുണ്ട്. സെയ്ദ് ബിൻ സാബിത്ത് റളിയല്ലാഹു അൻഹു. സെയ്ദ് റളിയല്ലാഹുവിന്റെ പ്രത്യേകത 13ാമത്തെ വയസ്സിലാണ് ഇസ്ലാമിന്റെ പ്രകാശത്തിലേക്ക് ആ കുട്ടി കടന്നു വരുന്നത്. 13ാമത്തെ വയസ്സിലാണ് സെയ്ദ് റളിയല്ലാഹു അൻഹു ഇസ്ലാമിന്റെ പ്രകാശത്തിലേക്ക് കടന്നു വരുന്നത്. മദീനയിലാണ് അദ്ദേഹം ഇസ്ലാം സ്വീകരിക്കുന്നത്. അദ്ദേഹത്തിന്റെ പ്രത്യേകത ചരിത്രത്തിൽ കാണാൻ കഴിയും. മക്കയിൽ അവതരിപ്പിക്കപ്പെട്ട 17ഓളം ഖുർആൻ അധ്യായങ്ങൾ മദീനയിൽ നിന്ന് മനഃപ്പാഠമാക്കിയ ഒരു ചെറുപ്പക്കാരനാണ് സെയ്ദ് ബിൻ സാബിത്ത് റളിയല്ലാഹു അൻഹു. മക്കയിൽ റസൂലുള്ളാഹി അവതരിച്ച ആയത്തുകൾ മദീനയിൽ നിന്ന് മക്കയിലേക്ക് കടന്നു വരുന്ന ആളുകളിൽ നിന്ന് കേട്ട് പഠിച്ച മനഃപ്പാഠമാക്കിയ സ്വഹാബി. പ്രവാചകൻ മദീനയിലെത്തുമ്പോൾ സെയ്ദ് ബിൻ സാബിത്ത് റളിയല്ലാഹു അൻഹുവിനെ അദ്ദേഹത്തിന്റെ ഒരു കുടുംബക്കാരൻ പ്രവാചകന്റെ അടുക്കലേക്ക് കൊണ്ടുപോകുന്നുണ്ട്. അദ്ദേഹം പറയാൻ റസൂലുള്ളാഹിക്ക് പരിചയപ്പെടുത്തി കൊടുക്കണം, ഇത് സെയ്ദ് ബിൻ സാബിത്താണ്, നല്ല മോനാണ്. ആ കുട്ടീൻ്റെ പ്രത്യേകത എന്താ അറിയോ? റസൂലെ, അങ്ങക്ക് മക്കയിൽ അവതരിച്ച സൂറത്തൊക്കെ മദീനയിൽ നിന്ന് മനഃപ്പാടാക്കിയിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അദ്ദേഹത്തോട് പറയുന്ന അടുത്ത കാര്യമുണ്ട്: നീ യഹൂദികളുടെ ഭാഷ പഠിക്കണം. അദ്ദേഹത്തിൻ്റെ സംസാരം കേട്ടപ്പോൾ, ഓർമ്മശക്തി കണ്ടപ്പോൾ, അദ്ദേഹത്തിൻ്റെ ആ സുന്ദരമായ നിലപാടുകൾ കണ്ടപ്പോൾ റസൂലുള്ളാഹി പറഞ്ഞു, നീ യഹൂദികളുടെ ഭാഷ പഠിക്കണം. സെയ്ദ് ബിൻ സാബിത്ത് റളിയല്ലാഹു അൻഹു യഹൂദികളുടെ ഭാഷ പഠിച്ചു, ജൂതന്മാരുടെ ഭാഷ പഠിച്ചു. 2 ആഴ്ചകൾ കൊണ്ടാണ്, 14 ദിവസങ്ങൾ കൊണ്ടാണ് വായിക്കാനും എഴുതാനും ഒക്കെ അദ്ദേഹം പഠിച്ചു. ആ ഭാഷയുടെ എല്ലാ മർമ്മങ്ങളും സെയ്ദ് ബിൻ സാബിത്ത് റളിയല്ലാഹു അൻഹു പഠിച്ചു. യഹൂദികൾക്കിടയിലെ പ്രബോധന പ്രവർത്തനങ്ങൾക്ക് സെയ്ദ് ബിൻ സാബിത്ത് റളിയല്ലാഹു അൻഹുവിനെ അല്ലാഹുവിന്റെ റസൂൽ നിയോഗിക്കുന്നുണ്ട്. യഹൂദികൾക്കിടയിലെ പ്രബോധന പ്രവർത്തനങ്ങളിൽ അത്ഭുതങ്ങൾ സൃഷ്ടിച്ച ഒരു ചെറുപ്പക്കാരന്റെ പേരാണ് സെയ്ദ് ബിൻ സാബിത്ത് റളിയല്ലാഹു അൻഹു എന്ന് പറയുന്നത്. 16ാമത്തെ വയസ്സിലാണ് ആകാശലോകത്ത് അവതരിപ്പിക്കപ്പെടുന്ന വഹിയിന്റെ സന്ദേശങ്ങൾ എഴുതുന്ന എഴുത്തുകാരനായി, കാത്തിബുൽ വഹി എഴുതുന്ന എഴുത്തുകാരനായി സെയ്ദ് ബിൻ സാബിത്ത് റളിയല്ലാഹു അൻഹു എന്ന ചെറുപ്പക്കാരനെ റസൂലുള്ളാഹിന്റെ വലതുഭാഗത്ത് പിടിച്ചിരുത്തുന്നത്. പ്രവാചകന്റെ കൂടെ ഇരുന്നു കൊണ്ടാണ് വഹി എഴുതുന്ന എഴുത്തുകാരനായി സെയ്ദ് ബിൻ സാബിത്ത് റളിയല്ലാഹു അൻഹു വളർന്നു വരുന്നത്. അദ്ദേഹത്തിന്റെ 21ാമത്തെ വയസ്സിലാണ് റസൂലുള്ളാഹി വഫാത്താകുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്താകുന്നു. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഭരണം ഏറ്റെടുത്തു. സെയ്ദ് ബിൻ സാബിത്ത് റളിയല്ലാഹു അൻഹു വിളിച്ചുകൊണ്ട് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, താങ്കളെ ഞാനൊരു ഉത്തരവാദിത്തം ഏൽപ്പിക്കാൻ പോവുകയാണ്. ഒരു ഉത്തരവാദിത്തം ഏൽപ്പിക്കുന്നു. ആ ഉത്തരവാദിത്തം ഖുർആൻ ക്രോഡീകരിക്കണം. ഖുർആൻ 2 ചട്ടക്കുള്ളിലായി താങ്കൾ അതിനെ ക്രോഡീകരിക്കണം. അപ്പോൾ സെയ്ദ് ബിൻ സാബിത്ത് റളിയല്ലാഹു അൻഹുവിന്റെ മറുപടി, അബൂബക്കർ, താങ്കൾ എന്നെ 2 വലിയ പർവ്വതങ്ങളെടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിവെക്കാനാണ് എന്നോട് പറയുന്നതെങ്കിൽ
എനിക്കത് വളരെ എളുപ്പമായിരിക്കും. താങ്കൾ എന്നെ ഏൽപ്പിച്ച ഈ പണിയേക്കാളും എനിക്കെളുപ്പം ആ വലിയ പർവ്വതങ്ങളെടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിവെക്കുന്ന പ്രവർത്തനത്തെ സംബന്ധിച്ചാണ് എന്ന് സെയ്ദ് ബിൻ സാബിത്ത് റളിയല്ലാഹുവിന് മറുപടി പറഞ്ഞു. ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹുവിന്റെ കാലഘട്ടത്തിലാണ് ഖുർആൻ ക്രോഡീകരണമെന്ന വലിയ പദ്ധതി സെയ്ദ് ബിൻ സാബിത്ത് റളിയല്ലാഹുവിന് പൂർത്തിയാക്കുന്നത്. 33-ാമത്തെ വയസ്സിലാണ് സെയ്ദ് ബിൻ സാബിത്ത് റളിയല്ലാഹുവിന് ഈ ലോകത്ത് നിന്ന് യാത്രയാകുന്നത്. സെയ്ദ് റളിയല്ലാഹുവിന് ലോകത്ത് നിന്ന് യാത്രയാകുമ്പോൾ അദ്ദേഹത്തിന്റെ പ്രായം എത്രയാണ്? 33-ാമത്തെ വയസ്സിലാണ്. ആ സെയ്ദ് ബിൻ സാബിത്ത് റളിയല്ലാഹുവിനെ കുറിച്ച് നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ. ഇന്ന് ഇശാ നമസ്കരിച്ച ആളുകളുണ്ട്, ജമാഅത്ത് നമസ്കരിച്ച ആളുകളുണ്ട്, ഖുർആൻ പാരായണം ചെയ്ത 10,000-കണക്കിന് പള്ളികളുണ്ട്, കോടിക്കണക്കിന് വരുന്ന വിശ്വാസികളുണ്ട്. ലോകത്തെ കോടിക്കണക്കിന് വരുന്ന വിശ്വാസികൾ ഇന്നൽപ്പം മുമ്പ് പാരായണം നടത്തിയ വിശുദ്ധ ഖുർആനിന്റെ ഒരു ആയത്തിൽ നിന്ന് ആയത്ത് പാരായണം ചെയ്താൽ അവന് കിട്ടുന്ന പ്രതിഫലം പോലെ സെയ്ദ് ബിൻ സാബിത്ത് റളിയല്ലാഹുവിന് പിന്നെയും ആ പ്രതിഫലങ്ങൾ ലഭിക്കുന്നുവെന്ന അത്ഭുതമാണ് നമ്മുടെ ജീവിതത്തെ ഈ നന്മയുടെ മാർഗത്തിൽ വിനിയോഗിക്കാൻ നമ്മെ പ്രചോദിപ്പിക്കേണ്ടത്. കാരണം ഖുർആൻ 2 ചട്ടക്കുള്ളിലാക്കി ക്രോഡീകരിച്ചു തന്ന ആ നന്മ നമ്മുടെ ജീവിതത്തിലേക്ക് നൽകിയ, ആ നന്മ നമ്മുടെ ജീവിതത്തിലേക്ക് സമ്മാനിച്ച സെയ്ദ് ബിൻ സാബിത്ത് റളിയല്ലാഹു അൻഹു എത്ര അത്ഭുതമാണ് അദ്ദേഹത്തിന്റെ ജീവിതം എന്ന് പറയുന്നത്. മുസ്അബ് ബിൻ ഉമൈർ റളിയല്ലാഹു അൻഹു എത്ര അത്ഭുതമാണ്. സഅദ് ബിൻ മുആദ് റളിയല്ലാഹു അൻഹു അത്ഭുതമാണ്. എത്ര സ്വഹാബികളായ ചെറുപ്പക്കാരായ അത്ഭുതങ്ങൾ ലോകത്തിന് സൃഷ്ടിച്ച മഹാരഥന്മാരുടെ ചരിത്രങ്ങളുണ്ട് നമുക്ക് മുന്നിൽ. ആ ചരിത്രങ്ങളിൽ നിന്നാണ് നാം പാഠം ഉൾക്കൊള്ളേണ്ടത്. ആ ചരിത്രങ്ങളിലേക്കാണ് നമ്മൾ തിരിച്ചു നടക്കേണ്ടത്. നമുക്ക് മുന്നിൽ ആ ലോകക്രമത്തെ എല്ലാം ഇല്ലാതാക്കുന്ന, എല്ലാം തെറ്റുധരിപ്പിക്കുന്ന ഒരു പുതിയ സംസ്കാരത്തിന് മുന്നിലാണ് നമ്മുടെ ജീവിതങ്ങൾ ഇന്ന് നിലനിൽക്കുന്നത്. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നേരെ ആയുധങ്ങളുമായി കടന്നു വന്നവരുണ്ട്. ആയുധങ്ങളുമായി കടന്നു വരുന്നവർക്ക് മുന്നിൽ സ്വന്തം നെഞ്ച്, ആ നെഞ്ചിലേക്ക് ആയുധങ്ങളെ സ്വീകരിച്ച് ഷഹീദായി കടന്നുപോയ മനുഷ്യരുണ്ട്, യാത്ര പറഞ്ഞു പോയ മനുഷ്യരുണ്ട്. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹാബിയായ മഹാനായ ഖുബൈബ് റളിയല്ലാഹു അൻഹുവിനെ ശത്രുക്കൾ പിടികൂടി. ഒരു താഴ്വാരത്ത് കൊണ്ടുപോയി അദ്ദേഹത്തെ നിർത്തിക്കൊണ്ട് ചോദിച്ചു, നിന്നെ ഞങ്ങൾ കൊല്ലാൻ പോയാണ്, വധിക്കാൻ പോയാണ്. നിന്റെ സ്ഥാനത്ത് മുഹമ്മദ് നബിയുടെ സ്ഥാനത്ത് നീയുമാണെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കൂ. അപ്പം അദ്ദേഹത്തിൻ്റെ മറുപടി എന്താ അറിയും? എന്നെ നിങ്ങൾ ഈ കുരിശുമരത്തിൽ നാട്ടി തറച്ചു കൊന്നു എന്ന് വിചാരിക്കുക. എന്നിട്ട് അള്ളാഹു എനിക്ക് വീണ്ടും ജീവൻ നൽകി, വീണ്ടും എന്നെ നിങ്ങൾ കൊന്നുകളഞ്ഞാലും, എത്ര തവണ നിങ്ങൾ എന്നെ കൊന്നുകളഞ്ഞാലും ആ മരണത്തെക്കാളേറെ എനിക്ക് വിഷമമുണ്ടാകുന്നത് റസൂലുള്ളാഹിന്റെ ശരീരത്തിൽ ഒരു മൺതരി വീഴുന്നതാണ്. പ്രവാചകന്റെ ശരീരത്തിൽ മൺതരി വീഴുന്നതാണ് എനിക്കതിന് എൻ്റെ മരണത്തെക്കാളും എനിക്ക് ദുഃഖമുണ്ടാക്കുന്നത്. അദ്ദേഹം അവരോട് പറഞ്ഞു, എനിക്ക് നിസ്കരിക്കണം. വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് അദ്ദേഹം നമസ്കരിച്ചു. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, സുന്നത്ത് നമസ്കാരങ്ങൾ ദീർഘിപ്പിക്കുന്ന ഒരാളാണ് ഞാൻ. എൻ്റെ നമസ്കാരത്തെ ചുരുക്കിയത് മുഹമ്മദ് നബിയുടെ ഒരു അനുയായി മരണത്തെ പേടിച്ച് നിസ്കാരം ദീർഘിപ്പിച്ചുവെന്ന് നിങ്ങൾ പറയുന്നതിനെ പോലും അതുപോലും ഞങ്ങൾക്ക് സഹിക്കാനാവില്ല എന്ന് മഹാന്മാരായ സ്വഹാബത്ത് പറയുന്നുണ്ട്. നമുക്ക് മുന്നിലാണ്, ആ സ്വഹാബത്തിൻ്റെ ചരിത്രങ്ങൾക്ക് മുന്നിലാണ് നമ്മുടെ പ്രവാചകൻ വേട്ടയാടപ്പെടുന്നത്, ഇസ്ലാം വിമർശിക്കപ്പെടുന്നത്, ഇസ്ലാം തെരുവുകളിൽ ഏറെ വേട്ടയാടപ്പെടുകയും വിമർശിക്കപ്പെടുകയും ചെയ്യുന്നത്. നമുക്ക് ബാധ്യതകളുണ്ട്. മദീനത്തുൽ അറബി കോളേജ് പോലുള്ള ഒരു സ്ഥാപനത്തിൽ നിന്ന് പഠിച്ചിറങ്ങുന്ന വിദ്യാർത്ഥികൾ അടക്കം ഈ നാട്ടിലെ മുഴുവൻ വിശ്വാസികൾക്കും ബാധ്യതകളുണ്ട്. നമുക്ക് ആ പ്രവാചകനെ സംരക്ഷിക്കാൻ കഴിയണം. ബദറും ഉഹുദും ഹന്തക്കും ഖൈബറും ഒന്നുമില്ലാത്ത പുതിയ കാലഘട്ടത്തിൽ നമുക്ക് ആ പ്രവാചകന്റെ ജീവിതത്തെ സംരക്ഷിക്കാൻ കഴിയണം. എങ്ങനെയാണ് നമ്മൾ ആ പ്രവാചകന്റെ ജീവിതത്തെ സംരക്ഷിക്കേണ്ടത്? എങ്ങനെയാണ് നമുക്കതിന് കഴിയുക? ഇസ്ലാം വേട്ടയാടപ്പെടുമ്പോൾ, ഇസ്ലാം വിമർശിക്കപ്പെടുമ്പോൾ, ഇസ്ലാം ഇവിടെ പരിഹസിക്കപ്പെടുമ്പോൾ ആ പരിഹാസങ്ങൾക്ക് വിശുദ്ധ ഖുർആനിന്റെ അംബാസഡർമാരായി നിന്ന് മറുപടി പറയാൻ കഴിയുന്ന ആളുകളായി നമുക്ക് മാറാൻ കഴിയണം. നമ്മൾ ഖുർആനിന്റെ അംബാസഡർമാരാകണം. കമ്പനിയുടേതല്ല, ഏതെങ്കിലും മത്സരങ്ങളുടേതല്ല, ഏതെങ്കിലുമെല്ലാം ഷോപ്പിംഗ് സെന്ററുകളുടേതല്ല, മറിച്ച് ഖുർആനിന്റെ ബ്രാൻഡ് അംബാസഡർമാരാകാൻ നമുക്ക് കഴിയണം. വിശുദ്ധ ഖുർആനിന്റെ ബ്രാൻഡ് അംബാസഡർമാരാകാൻ ആയിഷ ബിബി റളിയല്ലാഹു അൻഹയോട് ചോദിച്ചു, റസൂലുള്ളാഹിന്റെ സ്വഭാവം എന്താണ്? പ്രവാചകന്റെ സംസ്കാരം എന്താ? ഖുർആനാണ് റസൂലുള്ളാഹിന്റെ സ്വഭാവം, ഖുർആനാണ് പ്രവാചകന്റെ സംസ്കാരം എന്ന് പറയുന്നത്. ഖുർആൻ നമ്മുടെ സംസ്കാരമാകണം, ഖുർആൻ നമ്മുടെ ഒരു വെളിച്ചമാകണം, ഖുർആൻ നമ്മുടെ ജീവിതത്തിന്റെ തെളിച്ചമാകണം. ഇരുട്ട് നിറഞ്ഞ അന്ധകാരങ്ങളിൽ വെളിച്ചത്തിന്റെ പ്രകാശവുമായി വിശുദ്ധ ഖുർആനിന്റെ ആശയധാരയുമായി മുന്നോട്ട് പോകാൻ സാധിക്കുന്നവരായി നമുക്ക് മാറാൻ കഴിയണം. നമ്മുടെ എല്ലാം ചുറ്റുഭാഗങ്ങളിൽ എത്രയാണ് ഖുർആൻ വിമർശിക്കപ്പെടുന്നത്? ഈ അടുത്ത ദിവസങ്ങളിലാണ് നമ്മൾ ഒരാളുടെ ഒരു വാചകം കേട്ടത്, ഒരു നന്മയുമില്ലാത്ത ഗ്രന്ഥമാണ് ഖുർആൻ, ഒരു നന്മ പോലുമില്ലാത്ത ഗ്രന്ഥമാണ് ഖുർആൻ.
ഖുർആനിന്റെ ലോകത്ത് അവതരിപ്പിക്കപ്പെട്ട എഴുതപ്പെട്ട ഏത് ഭാഷകളിലുള്ള ഖുർആൻ വ്യാഖ്യാനങ്ങൾ ആ ഭാഷ അറിയാവുന്ന മനുഷ്യരെടുത്ത് വായിച്ചു നോക്കിയാലും ഖുർആനിന്റെ നന്മകളില്ലാത്ത, ഇസ്ലാമിന്റെ മാനവികത മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കാത്ത ഒരു പേജ് മറിച്ച് നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയുമോ? ഖുർആനിൽ സ്വന്തം മാതാപിതാക്കളെ ലഹരി പദാർത്ഥങ്ങളുടെ തീഷ്ണതയിൽ മാതാപിതാക്കളെ കൊന്നുകളയുന്ന മനുഷ്യർക്ക് മുന്നിലാണ് വിശുദ്ധ ഖുർആൻ പറയുന്നത്, വഖലാ റബ്ബുക അല്ലാ തഅബുദു ഇല്ലാ ഇയ്യാഹു വബിൽ വാലിദൈനി ഇഹ്സാനാ. നിന്റെ നാഥനോട്, നിന്നെ സൃഷ്ടിച്ച തമ്പുരാനോട്, നിന്നെ സൃഷ്ടിച്ച റബ്ബിനോട് ബാധ്യതകളുണ്ട്. ആ ബാധ്യതകൾ നിന്റെ രക്ഷിതാവിനോട് ബാധ്യതകൾ ഉള്ളതുപോലെ ആ ബാധ്യതകൾ കഴിഞ്ഞാൽ നീ ബാധ്യത കാണിക്കേണ്ടത് നിന്റെ മാതാപിതാക്കളോടാണ്. നിന്റെ മാതാപിതാക്കളോട് ബാധ്യതകളുണ്ട് എന്ന് പഠിപ്പിച്ച ഗ്രന്ഥം. വബിൽ വാലിദൈനി ഇഹ്സാനാ, മാതാപിതാക്കൾക്ക് നന്മ ചെയ്യണം എന്ന് പഠിപ്പിച്ച ഗ്രന്ഥം. മദ്യപിക്കരുത് എന്നല്ല ഖുർആൻ വിശേഷിപ്പിക്കുന്നത്. അതിൽ നിന്നും ലഹരി ഉണ്ടാക്കുന്നതിൽ നിന്നെല്ലാം അകന്നു നിൽക്കണമെന്ന് മനുഷ്യരെ പഠിപ്പിച്ച ഗ്രന്ഥം. മാറ്റങ്ങൾ ഉണ്ടാക്കിയ ഗ്രന്ഥം. സ്ത്രീകളോട് മാന്യമായി പെരുമാറണമെന്ന് പഠിപ്പിച്ച ഗ്രന്ഥം. അയൽവാസികളോട് മാന്യമായി വർത്തിക്കണമെന്ന് പഠിപ്പിച്ച ഗ്രന്ഥം. അടുത്തവരോടും അകന്നവരോടും കാരുണ്യത്തോടു കൂടി വർത്തിക്കണമെന്ന് പഠിപ്പിച്ച ഗ്രന്ഥം. അനാഥകളോടും വിധവകളോടുമെല്ലാം കാരുണ്യത്തോടു കൂടി വർത്തിക്കണമെന്ന് പഠിപ്പിച്ച ഗ്രന്ഥം. അഭയാർത്ഥികളോട് കാരുണ്യം കാണിക്കണമെന്ന് പഠിപ്പിച്ച ഗ്രന്ഥം. ഇന്ന് ഇസ്ലാമിന്റെ മാനവികതയെ തല്ലി തകർക്കുന്ന ആളുകൾക്ക് എവിടെയാണ് മാനവികതയെക്കുറിച്ച് സംസാരിക്കാനുള്ള അവകാശങ്ങളുള്ളത്? അമേരിക്കയിൽ നിന്ന് ഇക്കഴിഞ്ഞ ആഴ്ചയിലാണ് ഇന്ത്യയുടെ മണ്ണിലേക്ക്, ഇന്ത്യയിൽ നിന്ന് അമേരിക്കയിലേക്ക് കുടിയേറിയ മനുഷ്യരെയും കൊണ്ട് ഒരു വിമാനം കടന്നു വന്നത്. അതിലെ മനുഷ്യർ പറയുന്നുണ്ട്, ഞങ്ങളുടെ കൈകാലുകൾ ചങ്ങലക്കിട്ട് ബന്ധിച്ചുകൊണ്ടാണ് ഞങ്ങളെ ആ വിമാനങ്ങളിൽ കുത്തി നിറച്ചത്. അഭയാർത്ഥികളോട് ഒരു മര്യാദയും മാനവികതയും കാണിക്കാത്ത മനുഷ്യരാണ് ഇസ്ലാമിന്റെ മാനവികതയെക്കുറിച്ച് സംശയങ്ങൾ ഉന്നയിച്ചു കൊണ്ടിരിക്കുന്നത്. നമ്മൾ ഇസ്ലാമിന്റെ മൂല്യങ്ങളെ പറഞ്ഞു കൊടുക്കാൻ കഴിയണം. അള്ളാഹുവിന്റെ പ്രവാചകന്റെ വീട്ടിൽ ഒരിക്കൽ ഒരു ചെറുപ്പക്കാരൻ വന്നു. ആൾ വാതിൽ മുട്ടി. റസൂലുള്ളാഹി വാതിൽ തുറക്കുമ്പോൾ കാണുന്നത് കറുത്ത നിറമുള്ള ഒരു ചെറുപ്പക്കാരനെ. ബിലാൽ റളിയല്ലാഹു അൻഹു. അദ്ദേഹം പറഞ്ഞു, എൻ്റെ പേര് ബിലാൽ ഇബ്നു റബാഹ് എന്നാണ്, ബിലാൽ എന്നാണ് എൻ്റെ പേര്. ബിലാൽ റളിയല്ലാഹു അൻഹു അള്ളാഹുവിന്റെ പ്രവാചകനോട് പറഞ്ഞു, ഉമ്മയ്യത്തിന്റെ അടിമയാണ്, ഞാൻ ഇസ്ലാം സ്വീകരിച്ചുകൊണ്ടാണ് വന്നത്. റസൂലുള്ളാഹി ബിലാൽ റളിയല്ലാഹു അൻഹുവിനെ ചേർത്ത് നിർത്തി. ബിലാൽ റളിയല്ലാഹുവിന്റെ കണ്ണുകൾ നിറഞ്ഞു. റസൂലുള്ളാഹിന്റെ മാറ് ബിലാൽ റളിയല്ലാഹുവിന്റെ കണ്ണീര് കൊണ്ട് നനഞ്ഞു. എന്തിനാണ് കരയുന്നത്? അള്ളാഹുവിന്റെ റസൂലെ, എൻ്റെ ഉമ്മ എന്നെ പ്രസവിച്ച് ഉമ്മയുടെ മാറിലേക്ക് ചേർത്ത് ഉമ്മയുടെ മുലപ്പാല് തന്നതിന് ശേഷം എന്നെ ഒരാളും ചേർത്ത് പിടിച്ചിട്ടില്ല പ്രവാചകരെ. എൻ്റെ നിറം കൊണ്ട് എന്നെ മാറ്റി നിർത്തി, അടിമയായതിന്റെ പേരിൽ എന്നെ അകറ്റി നിർത്തി. അള്ളാഹുവിന്റെ റസൂലെ, അങ്ങാണെന്നെ ചേർത്ത് പിടിച്ചത് മനുഷ്യരെ നിറത്തിന്റെയും വർണ്ണത്തിന്റെയും വർഗത്തിന്റെയും ജാതിയുടെയും വംശീയതയുടെയും പേരിൽ മാറ്റി നിർത്തപ്പെടാത്ത മനുഷ്യരായി പരിഗണിക്കണമെന്ന് പഠിപ്പിച്ച ദർശനത്തിന്റെ പേരാണ് ഇസ്ലാം എന്ന് പറയുന്നത്. ഈ ഇസ്ലാമിലാണ് ഒരു മൂല്യത്തെയും ഇവർക്ക് കാണാൻ കഴിയാത്തത്. ഈ ഇസ്ലാമിൽ ഒരു മൂല്യവുമില്ല, ഈ ഖുർആനിൽ ഒരു മൂല്യവുമില്ല എന്ന് പഠിപ്പിക്കുന്നവർ. സൗദി അറേബ്യ ഫുട്ബോൾ വേൾഡ് കപ്പിന്റെ അതിന്റെ ആതിഥേയരാകാൻ അവസരം നൽകിയ ഒരു വർഷത്തിലാണ് നമ്മളുള്ളത്. 2032 സൗദി അറേബ്യയിൽ ഫുട്ബോൾ വേൾഡ് കപ്പ് നടക്കുന്നത്. ലോകത്തിലെ മാധ്യമങ്ങൾ കച്ച് നിരത്താൻ തുടങ്ങി. സൗദി അറേബ്യ പോലുള്ള 6-ാം നൂറ്റാണ്ടിലെ സംസ്കാരമുള്ള മനുഷ്യർക്ക് എങ്ങനെയാണ് ഫുട്ബോൾ വേൾഡ് കപ്പ് പോലൊരു മത്സരം നടത്താൻ കഴിയുക? ഇത് ആദ്യത്തെ ചോദ്യമല്ല. 2022 ഖത്തർ വേൾഡ് കപ്പ് നടന്നപ്പോഴും ഇതേ ചോദ്യമുണ്ടായിരുന്നു സാമ്രാജ്യത്വത്തിൻ്റെ മുന്നിൽ, ഇതേ ചോദ്യമുണ്ടായിരുന്നു ഫാസിസ്റ്റുകളുടെ മുന്നിൽ, ഇതേ ചോദ്യമുണ്ടായിരുന്നു അമേരിക്കയുടെയും യൂറോപ്പിൻ്റെയും മാധ്യമങ്ങളുടെയും സാംസ്കാരിക നായകന്മാരെന്നറിയപ്പെടുന്നവരുടെയും മുന്നിൽ. അതിന് മറുപടി പറഞ്ഞത് എങ്ങനെയാണ്? മോർഗൻ ഫ്രീമാൻ എന്ന് പറയുന്ന വളരെ ഉയരമുള്ള ലോകത്തെ കറുത്ത വർഗ്ഗക്കാരുടെ അഭിമാനമായൊരു മനുഷ്യൻ ആ ഫുട്ബോൾ ഗ്രൗണ്ടിലൂടെ നടന്നുപോയ രാത്രിയുണ്ട്. 2022 ഡിസംബർ മാസത്തിലെ ആ രാത്രിയുണ്ട്. കോടിക്കണക്കിന് വരുന്ന മനുഷ്യർ ഫുട്ബോൾ പോലത്തെ വേൾഡ് കപ്പ് മത്സരത്തിന്റെ ആവേശം ഉൾക്കൊണ്ട് ആ മത്സരം കാണാൻ കാത്തുനിന്ന നിമിഷത്തിലാണ് വളരെ ഉയരമുള്ള കോടിക്കണക്കിന് വരുന്ന കറുത്ത വർഗ്ഗക്കാരുടെ ഹൃദയങ്ങളിൽ ആവേശമായി അവർ കണ്ട ഒരു മനുഷ്യൻ, അയാൾ ആ ഫുട്ബോൾ ഗ്രൗണ്ടിലൂടെ നടന്നു പോകുന്നത്. അയാളുടെ പേര് മോർഗൻ ഫ്രീമാൻ എന്നാണ്. ആ നടന്നു പോകുന്ന മനുഷ്യന്റെ തൊട്ടുമുന്നിലേക്ക് ഒരു മുസ്ലിം ചെറുപ്പക്കാരൻ വരുന്നു. 19 വയസ്സ് പ്രായമുള്ള, 2 കാലുകളുമില്ലാത്ത, കൈകൾ കാലുകളാക്കി ആ കൈകൾ ആ ഫുട്ബോൾ മൈതാനത്തിൽ കുത്തി നടക്കുന്ന ഒരു മുസ്ലിം ചെറുപ്പക്കാരൻ. അയാൾ ഈ മനുഷ്യന്റെ മുന്നിലേക്ക് കടന്നു വരികയാണ്. കൈകൾ ഇങ്ങനെ നീട്ടുന്നു. ആ കൈകളിൽ പിടിക്കുമ്പോൾ ഖുർആനിലൊരു വചനം ഉദ്ധരിക്കപ്പെടുകയാണ്. യാ അയ്യുഹന്നാസ്, മനുഷ്യരെ എന്ന് വിളിച്ചുകൊണ്ടാണ്.
മനുഷ്യരെ എന്നാണ്, മുസ്ലിങ്ങളെ എന്ന് അഭിസംബോധന ചെയ്തുകൊണ്ടല്ല. ഇന്നാ ഖലഖനാകും മിൻ ദക്കരിൻ വ ഉൻസ, ഒരാണിൽ നിന്നും ഒരു പെണ്ണിൽ നിന്നും സൃഷ്ടിക്കപ്പെട്ടവർ, ഒരാണിൽ നിന്നും ഒരു പെണ്ണിൽ നിന്നും സൃഷ്ടിക്കപ്പെട്ടവർ, അത്ഭുതങ്ങൾ ഉണ്ടാക്കിയ, അവർക്ക് വിവേചനങ്ങളില്ലാതെ ഒരുമ്മയുടെയും ഒരുപ്പയുടെയും മക്കളാണ് എന്ന് സൗഹൃദത്തിന്റെ, സ്നേഹത്തിന്റെ, കാരുണ്യത്തിന്റെ, സഹാനുഭൂതിയുടെ, സാഹോദര്യത്തിന്റെ, സമർപ്പണത്തിന്റെ സുന്ദരമായ ആശയങ്ങളെ വിശദീകരിച്ചു കൊടുക്കുന്ന ഖുർആനിക വചനം അവതരിപ്പിക്കപ്പെടുന്നത്, ഓതിക്കൽപ്പിക്കപ്പെടുന്നത്. മോർഗൻ ഫ്രീമാൻ പിന്നീട് പറയുന്നൊരു വാക്കുണ്ട്, എനിക്ക് ശ്വാസം മുട്ടുന്നത് പോലെ തോന്നാനുള്ള കാരണം എന്താ അറിയോ? അമേരിക്കയുടെ വെള്ളപ്പട്ടാളക്കാരൻ്റെ ബൂട്ടിനടിയിൽ, വെള്ളപ്പട്ടാളക്കാരൻ്റെ ബൂട്ടിന്റെ ചവിട്ടേറ്റ് ശ്വാസം മുട്ടി മരിച്ച ജോർജ് ഫ്ലോയിഡുമാരെ കുറിച്ച് ഓർത്തുകൊണ്ടാണ് എനിക്ക് ശ്വാസം മുട്ടുന്നത് പോലെ തോന്നിയത്. അഭയാർത്ഥികൾ, ഈ മനുഷ്യരോട് നിറം കറുത്തുപോയതിൻ്റെ പേരിൽ അമേരിക്കയുടെ തെരുവുകളിലൂടെ നടന്നു പോകാൻ സ്വാതന്ത്ര്യം നിഷേധിക്കപ്പെടുന്ന ആയിരങ്ങളുള്ള ഈ വലിയ രാജ്യങ്ങളാണ് ഇസ്ലാമിൻ്റെ മാനവികതയെയും മൂല്യങ്ങളെയും സംശയത്തിൻ്റെ മുൾമുനയിൽ നിർത്താൻ ശ്രമിക്കുന്നത്. എങ്ങനെയാണ് അവർക്ക് ഈ മൂല്യങ്ങളെ ഉൾക്കൊള്ളാനാവുക? പെണ്ണിൻ്റെയും മദ്യത്തിൻ്റെയും ലഹരിയുടെയും പലിശയുടെയും എല്ലാം ചൂഷണങ്ങളിൽ നിന്ന് ഈ സമുദായത്തെ, ഈ രാജ്യത്തെ, ഈ മനുഷ്യരെ മുക്തരാക്കുന്ന വിശുദ്ധമായ ഒരാദർശത്തിൻ്റെ പേരാണ് ഇസ്ലാം എന്ന് പറയുന്നത്. അതിൻ്റെ വാഹകരായി, കാതലുള്ള, കരുത്തുള്ള ഒരു യുവാക്കളായി, യൗവനങ്ങളായി ഈ നാടിൻ്റെ മുന്നിൽ ജ്വലിച്ചു നിൽക്കാൻ നമുക്ക് സാധിക്കണമെന്ന് മാത്രമാണ് ഈ വൈകിയ വേളയിൽ എൻ്റെ സഹോദരന്മാരോട്, സ്നേഹിതന്മാരോട്, സഹോദരിമാരോട് ഓർമ്മപ്പെടുത്താനുള്ളത്. ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. എനിക്ക് അനുവദിക്കപ്പെട്ട സമയം അവസാനിച്ചിരിക്കുന്നു. സഹോദരങ്ങളെ, നമുക്ക് വലിയ ബാധ്യതകളുണ്ട്, നമുക്ക് വലിയ ഉത്തരവാദിത്തങ്ങളുണ്ട്. നമുക്ക് മുമ്പേ കടന്നുപോയ ഒരുപാട് മനുഷ്യരുടെ വിയർപ്പ് തുള്ളികളിലാണ് നമ്മൾ ഈ സാമ്രാജ്യങ്ങളെല്ലാം പടുത്തുയർത്തിയിട്ടുള്ളത്. 2025 ഫെബ്രുവരി മാസത്തെ ഈ 15-ാം തീയതി നമുക്ക് മദീനത്തുൽ ഉലൂമിൻ്റെ വർണ്ണശബളമായ ഈ കൊട്ടാരങ്ങൾക്കും ഈ ബിൽഡിങ്ങുകൾക്കും നടുവിൽ നാം ഉയർത്തിക്കെട്ടിയ സ്റ്റേജിൽ നിന്നുകൊണ്ട് മുജാഹിദ് പ്രസ്ഥാനം എന്ന വൻമരത്തിൻ്റെ ചിറകുകൾ അരിഞ്ഞു കളയാൻ നമുക്കൊക്കെ എളുപ്പം സാധിക്കും. പ്രസ്ഥാനം എന്താണ്? ഇവിടെ നമുക്ക് ഡോക്ടർമാരുണ്ടോ? ഇവിടെ നമുക്ക് ഇന്നതുണ്ടോ? നമുക്കിന്നതുണ്ടോ? ചോദിക്കാൻ നമുക്ക് വലിയ കരുത്ത് നൽകി, കരുത്തുള്ള ഒരു കാലത്താണ്. എന്നാൽ ഈ കരുത്തെങ്ങനെ ഉണ്ടായി എന്ന് ചിന്തിക്കുന്നിടത്താണ് മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റെ ആ ശക്തിയും വലിപ്പവും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുക. നമ്മളെക്കാളും മുസ്ലിങ്ങളുള്ള എത്രയോ ഗ്രാമപ്രദേശങ്ങളുണ്ട്, എത്രയോ സംസ്ഥാനങ്ങളുണ്ട് കേരളത്തിന് പുറത്ത്. കേരളത്തിലെ മൊത്തം ജനസംഖ്യ എത്രയാണെന്നറിയോ നിങ്ങൾക്ക്? 3.5 കോടിയാണ്. ഉത്തർപ്രദേശിലെ മുസ്ലിം ജനസംഖ്യ എത്രയാണെന്നറിയോ നിങ്ങൾക്ക്? 3.5 കോടിയിലധികമാണ്. കേരളത്തിലെ മൊത്തം ജനസംഖ്യ 3.5 കോടിയാണ്. ഉത്തർപ്രദേശിലെ മുസ്ലിം ജനസംഖ്യ മാത്രം 3.5 കോടിയിലധികമാണ്. ഡൽഹിയിലെ റിസൾട്ട് പുറത്തു വന്ന് ഒരാഴ്ച പിന്നിട്ടിട്ടില്ല നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ. 6 മണ്ഡലങ്ങളുടെ കണക്കുകൾ നിങ്ങൾക്ക് പത്രങ്ങളിൽ വായിക്കാൻ കഴിഞ്ഞിരുന്നു. മുസ്ലിം ഭൂരിപക്ഷമുള്ള 6 മണ്ഡലങ്ങളിൽ സംഘപരിവാരൻ്റെ സ്ഥാനാർത്ഥികൾ വിജയിച്ച വാർത്തകൾ നമ്മൾ വായിച്ചു. മുസ്ലിങ്ങൾ മാത്രമുള്ള മണ്ഡലങ്ങളിൽ പോലും ഫാസിസ്റ്റുകളുടെ കടന്നുകയറ്റങ്ങളെ തടുക്കാൻ കഴിയാത്ത മൗലാനമാരുടെ കാഴ്ചവട്ടിൽ നെരിഞ്ഞമരുന്ന ഒരു സമൂഹമായി ജീവിക്കുന്ന വടക്കേ ഇന്ത്യയിലെ മുസ്ലിം ഗ്രാമങ്ങൾ നമുക്ക് മാതൃകയാണ്. എന്തുകൊണ്ടാണ് കേരളം മാറിയത്? എന്തുകൊണ്ടാണ് കേരളം വ്യത്യസ്തമായത്? നവോത്ഥാനം പൂർവികരുടെ പാതയിലെന്ന ഒരു സംസ്ഥാന ക്യാമ്പയിന് കേരള നബത്തുൽ മുജാഹിദീൻ തുടക്കം കുറിച്ചിട്ടുണ്ട്. ആ നവോത്ഥാനം ഉണ്ടായത് അത്ഭുതകരമായ പോരാട്ടങ്ങളുടെ ഫലമായി കൊണ്ടാണ്. മുഹമ്മദ് മദനിയെ ഓർക്കുന്ന, മുഹമ്മദ് മദനിയെ കുറിച്ച് പാലത്തബ്ദുർ മദനി സംസാരിക്കുന്ന ആ വാക്കുകൾ കേട്ടുകൊണ്ടാണ് ഞാൻ ഈ വേദിയിലേക്ക് കടന്നു വന്നത്. മദീനത്തുൽ ഉലൂമിൻ്റെ സ്ഥാപനത്തിലേക്ക് എൻ്റെ ചെറുപ്പത്തിൽ ഞാൻ കടന്നു വന്ന ദിവസങ്ങളെ കുറിച്ച് ഓർക്കുന്നുണ്ട്. ഈ വരാന്തകൾക്കെന്ന് മുഹമ്മദ് മദനിയുടെ ചിരിക്കുന്ന മുഖത്തിന്റെ കഥകൾ പറയാനുണ്ടായിരുന്നു. ഞാൻ എൻ്റെ കണ്ണുകളിൽ 2 പതിറ്റാണ്ടുകൾക്ക് മുമ്പ് മുഹമ്മദ് മദനി നടന്നു പോകുന്ന വഴികളിലൂടെ ഈ വഴികളിലേക്ക് കടന്നു വന്ന ദിവസങ്ങളെ കുറിച്ച് ഞാൻ ഈ സന്ദർഭത്തിൽ ഓർക്കുകയാണ്. അത്തരത്തിൽ കടന്നുപോയ 1000 മഹാമനീഷികളുടെ ത്യാഗപൂർണമായ രക്തത്തുള്ളികളുടെയും വിയർപ്പ് തുള്ളികളുടെയും ഫലമാണ് കെ.എൻ. ഇബ്രാഹിം മൗലവിയെ പരാമർശിക്കാതെ മദീനത്തുൽ ഉലൂമിന്റെ മണത്തരികൾക്കൊരു ചരിത്രം പറയാനാവുമോ? മദീനത്തുൽ ഉലൂമിന്റെ ചരിത്രം പറയുന്നവർക്ക് കെ.എൻ. ഇബ്രാഹിം മൗലവിയുടെ വിയർപ്പ് തുള്ളികളുടെ ഗന്ധമുണ്ട്. ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിൽ ഈ മുസ്ലിം സമുദായത്തെ മാറ്റി നിർത്താൻ ശ്രമിക്കുന്നവരോട് ഈ രാജ്യത്തെ മുസ്ലിം സമുദായം പറഞ്ഞൊരു മറുപടിയുണ്ട്. നിങ്ങൾക്ക് ഈ രാജ്യത്തെ മുസ്ലിങ്ങളുടെ പോരാട്ടത്തിന്റെ ചൂടറിയണമോ? നിങ്ങൾക്ക് ഈ രാജ്യത്തെ മുസ്ലിം സമുദായം ഈ രാജ്യത്തിന് വേണ്ടി ചെയ്ത സേവനങ്ങളുടെ നന്മകളെ കുറിച്ചറിയണമോ? എങ്കിൽ ഈ കന്യാകുമാരി മുതൽ കാശ്മീർ വരെ നീണ്ടുകിടക്കുന്ന ഇന്ത്യയുടെ തെരുവുകളിൽ, ഏത് തെരുവുകളിൽ നിന്ന്
ഒരു പിടി മണ്ണ് വാരി നിങ്ങൾ നിങ്ങളുടെ മൂക്കിനോട് ചേർത്ത് വെച്ചാൽ ഈ രാജ്യത്തിന് വേണ്ടി വിയർപ്പൊഴുക്കി മരിച്ചു വീണ മുസ്ലിം സ്വാതന്ത്ര്യ സമര സേനാനികളുടെ രക്തത്തിന്റെയും വിയർപ്പിന്റെയും ഗന്ധമുണ്ട് ഈ മണത്തരികൾക്കെന്ന് മറുപടി പറയുന്നത് പോലെ മദീനത്തുൽ ഉലൂമിന്റെ തെരുവുകളിൽ, മദീനത്തുൽ ഉലൂമിന്റെ മുറ്റത്ത് നിന്ന് ഒരു പിടി മണ്ണ് വാരി നമ്മൾ ആ മൂക്കിനോടൊന്ന് ചേർത്ത് വെച്ചാൽ MCC സഹോദരങ്ങളുടെയും പിന്നീട് ഇങ്ങോട്ട് കടന്നു വന്ന KN ഇബ്രാഹിം മൗലവിയുടെ കടന്നു വന്ന മുഹമ്മദ് മദനിയുടെ പോരാട്ടങ്ങളുടെ ജ്വലിച്ചു നിൽക്കുന്ന ഗന്ധമുണ്ട് ഈ മണ്ണിന്റെ മണത്തരികൾക്കെന്നത് ആർക്കാണ് വിസ്മരിക്കാനാവുക? ഒരുപാട് മനുഷ്യരുടെ വിയർപ്പ് തുള്ളികളുടെ ഗന്ധമാണ്, ഒരുപാട് മനുഷ്യരുടെ പോരാട്ടങ്ങളുടെ ഗന്ധമാണ് കേരളത്തിന്റെ തെരുവുകളിൽ നമ്മൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത്. ഇക്കഴിഞ്ഞ ദിവസം ഈ പുളിക്കലങ്ങാടിയിൽ നിന്ന് ഞാനൊരാളുടെ സംസാരം കേട്ടു. അദ്ദേഹം ഒരു വലിയ പണ്ഡിതനാണ്. ഇസ്ലാഹി പ്രസ്ഥാനത്തിന്റെ നേതൃരംഗങ്ങളിൽ സമ്പത്ത് കൊണ്ട് മുജാഹിദ് പ്രസ്ഥാനത്തിന് ഒരുപാട് പള്ളികൾ ഉണ്ടാക്കാൻ നേതൃത്വം നൽകിയ വ്യക്തിയാണ് എന്ന വിശേഷണങ്ങളൊക്കെ അദ്ദേഹത്തെ സംബന്ധിച്ച് പറഞ്ഞതിന് ശേഷം അദ്ദേഹം നടത്തുന്നൊരു പരാമർശമുണ്ട്. ആ വാക്കുകൾ ഇപ്രകാരമാണ്: ഒരുപാട് പള്ളികൾ ഉണ്ടാക്കുന്നു, ഞങ്ങൾ ഈ കേരളത്തിൽ ഒരുപാട് പള്ളികൾ ഉണ്ടാക്കുന്നു. കേരള ദുബത്തുൽ മുജാഹിദീൻ എന്താണ് ഈ നാടിനുണ്ടാക്കുന്നത്? ഞങ്ങൾ ഒരുപാട് സ്ഥാപനങ്ങൾ ഉണ്ടാക്കുന്നു. മുജാഹിദ് പ്രസ്ഥാനം എന്താണ് ഈ നാട്ടിലുണ്ടാക്കുന്നത്? കേരള ദുബത്തുൽ മുജാഹിദീൻ എന്താണ് ഈ നാട്ടിലുണ്ടാക്കുന്നത്? നിങ്ങൾ തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ നടന്നു പോവുക, നിങ്ങൾ തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ വാഹനത്തിൽ യാത്ര ചെയ്യുക, നിങ്ങൾ തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ നിങ്ങൾ അതിൻ്റെ സമുദ്രത്തിലൂടെ നിങ്ങളൊരു കപ്പലിൽ യാത്ര ചെയ്യുക, തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ ട്രെയിനുകളിൽ നിങ്ങൾ യാത്ര ചെയ്യുക. ആ ഏത് വാഹനങ്ങളിൽ ഏത് മാർഗങ്ങളിൽ യാത്ര ചെയ്താലും റോഡിന്റെ ഇരുവശത്തും തലയുയർത്തി നിൽക്കുന്ന നദ്വത്തുൽ മുജാഹിദീന്റെ ആയിരക്കണക്കിന് പള്ളികൾ, ആയിരക്കണക്കിന് മദ്രസകൾ, എത്ര അറബി കോളേജുകൾ, എത്ര കലാലയങ്ങൾ ഈ കേരളത്തിന്റെ മണ്ണിൽ ഉയർത്തിയ 10,000-കണക്കിന് മനുഷ്യ വിദ്യാർത്ഥികൾക്ക് വിശുദ്ധ ഖുർആന്റെ അക്ഷരങ്ങൾ പകർന്നു നൽകുന്ന ഹിഫ്ള് കോളേജുകളുടെയും അറബി കലാലയങ്ങളുടെയും ആർട്സ് കോളേജുകളുടെയും പള്ളികളുടെയും സ്ഥാപനങ്ങളുടെയും തുടക്കം കുറിച്ചൊരു പ്രസ്ഥാനത്തിൻ്റെ മുന്നിൽ നിന്നുകൊണ്ടാണ് ഞങ്ങളിവിടെ 10 പള്ളി ഉണ്ടാക്കിയില്ലേ എന്ന് വലിയ ഈ പ്രസ്ഥാനത്തെ പരിഹസിക്കുന്ന നേതാക്കന്മാരുടെ അല്പത്തരങ്ങൾ നമുക്ക് കാണേണ്ടി വരുന്നത്. മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റെ പോരാട്ടങ്ങളെ എവിടെയാണ് നമുക്ക് വിസ്മരിക്കാനാവുക? എവിടെയാണ് ഇസ്ലാഹി പ്രസ്ഥാനത്തിൻ്റെ കയ്യൊപ്പില്ലാത്ത ഒരു നന്മയെ ഈ കേരളത്തിൽ എവിടെയാണ് നമുക്ക് വായിക്കാനാവുക? അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട മദീനത്തുൽ ഉലൂമിലെ കുട്ടികളോട് നമുക്ക് ഒരുപാട് ഉത്തരവാദിത്തങ്ങളുണ്ട്, ഒരുപാട് ബാധ്യതകളുണ്ട്, നമുക്ക് മുന്നേ ഒരുപാട് വഴികളുണ്ട്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ അവസാന ഘട്ടങ്ങളിൽ ലോകത്തോട് വിളിച്ചു പറഞ്ഞൊരു വാചകമുണ്ട്: അസ്സഫറു ത്വീൽ വസാദു ഖലീൽ. ദീർഘമായ യാത്രയുണ്ട്, പാതയും വളരെ കുറവാണ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമുക്ക് മുന്നിൽ ഒരുപാട് വഴികളുണ്ട്, നമുക്ക് മുന്നിൽ ഒരുപാട് യാത്ര ചെയ്യാനുണ്ട്. അന്ധവിശ്വാസങ്ങളുടെയും അനാചാരങ്ങളുടെയും ആഴങ്ങളിൽ മുങ്ങി ജീവിക്കുന്ന മനുഷ്യരുണ്ട് നമുക്ക് ചുറ്റും. ഇസ്ലാമിന്റെ പ്രകാശങ്ങളെ തല്ലിക്കെടുത്താൻ ശ്രമിച്ചു കൊണ്ടിരിക്കുന്ന മനുഷ്യരുണ്ട് നമുക്ക് ചുറ്റും. ആ മനുഷ്യരെ വെളിച്ചത്തിന്റെ പ്രകാശങ്ങളിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ ഉത്തരവാദിത്തമുള്ളവരാണ് നമ്മൾ. ആ തിരിച്ചറിവ് നമ്മുടെ ഹൃദയങ്ങളിൽ ഉണ്ടാകണം, നമ്മുടെ മനസ്സുകളിൽ ഉണ്ടാകണം, നമ്മുടെ ചിന്തകളിൽ ഉണ്ടാകണം, നമ്മുടെ ആലോചനകളിൽ ഉണ്ടാകണം. തൗഹീദാണ് ഇതിനെല്ലാം അടിത്തറയായിട്ടുള്ളത്. തൗഹീദാണ് മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റെ ബേസ് എന്ന് പറയുന്നത്. അതുകൊണ്ട് ആ തൗഹീദ് പ്രബോധനത്തെ അടിത്തറയിട്ടുകൊണ്ട് അതിൻ്റെ മുകളിൽ നിന്നുകൊണ്ട് കെട്ടിപ്പടുത്ത സൗഭാഗ്യങ്ങളുടെ തണലാണ് നമ്മൾ ഇത് ആസ്വദിക്കുന്നത്. അവർ കൊണ്ട വെയിലാണ് നമ്മൾ അനുഭവിക്കുന്ന തണൽ എന്ന് പറയുന്നത്. അവരൊഴുക്കിയ വിയർപ്പാണ് നമ്മൾ ആസ്വദിക്കുന്ന സുഗന്ധങ്ങൾ എന്ന് പറയുന്നത്. ആ വിയർപ്പ് തുള്ളികളോടും ആ തണൽ മരങ്ങൾ ഒരുക്കിയവരോടുമുള്ള ബാധ്യതകളെ നിർവഹിക്കാൻ നമുക്ക് കഴിയണം. മുമ്പേ കടന്നുപോയ മനുഷ്യർക്ക് വേണ്ടി ആത്മാർത്ഥമായി നമ്മൾ പ്രാർത്ഥിക്കണം. നമുക്ക് മുമ്പേ കടന്നുപോയ മഹാപണ്ഡിതന്മാർ നീ സ്വർഗം നൽകി അനുഗ്രഹിക്കണം റഹ്മാനെ. നിങ്ങളത് ആലോചിച്ച് നോക്കൂ, എത്ര ഉയരത്തിലാണ് ഈ പുളിക്കൽ അങ്ങാടിയിൽ നിന്ന്, പെരിയമ്പലം അങ്ങാടിയിൽ നിന്ന് മദീനത്തുൽ ഉലൂമിൻ്റെ മുറ്റത്തേക്ക് എങ്ങനെയാണ് വർഷങ്ങൾക്കും പതിറ്റാണ്ടുകൾക്കും മുമ്പേ ഈ മനുഷ്യർ കയറി വന്നിട്ടുണ്ടാകുക? എങ്ങനെയാണ് ഈ നാട്ടിൽ ഇത്തരത്തിലുള്ളൊരു വൈജ്ഞാനിക സ്ഥാപനത്തെ മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റെ പണ്ഡിതന്മാർ സംവിധാനിച്ചിട്ടുണ്ടാകുക? അതുകൊണ്ട് അവർക്കെല്ലാം നമ്മൾ ആത്മാർത്ഥമായ പ്രാർത്ഥനകൾ ഉണ്ടാകണം. നമുക്ക് നിർവഹിക്കാൻ കഴിയുന്ന ഏറ്റവും വലിയ സമ്മാനം എന്ന് പറയുന്നത് അവർക്കൊക്കെ വേണ്ടിയുള്ള പ്രാർത്ഥനകളാണ്. നീ സ്വർഗം നൽകി അനുഗ്രഹിക്കണം റഹ്മാനെ. അല്ലാഹുവേ, ഈ കൂട്ടായ്മകൾ അണിയിച്ചൊരുക്കുന്ന ഞങ്ങളുടെ സഹപ്രവർത്തകർ, സഹോദരങ്ങൾ, MSMൻ്റെ MGMൻ്റെ വിദ്യാർത്ഥിനികൾ ഒരുപാട് പ്രയാസങ്ങൾ സഹിച്ചുകൊണ്ടാണ് ആ കുട്ടികൾ ഈ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി അധ്വാനിക്കുന്നത്. എനിക്ക്
എനിക്കറിയാം എത്ര സ്ഥലങ്ങളിലാണ് ആ കുട്ടികൾ ഈ പ്രോഗ്രാമിൻ്റെ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് കടന്നു പോകുന്നത്. എത്ര അധ്വാനമാണ്, എത്ര വിയർപ്പൊഴുക്കലാണ് അവർ ഈ നാട്ടിൽ നിർവഹിച്ചു കൊണ്ടിരിക്കുന്നത്. ആരെങ്കിലും എന്തെങ്കിലും നൽകിയതിൻ്റെ പേരിലാണോ? എന്തെങ്കിലുമൊക്കെ ലഭിക്കുമെന്ന പ്രതീക്ഷയുടെ ദുനിയാവിൽ എന്തെങ്കിലുമൊക്കെ ലഭിക്കുമെന്ന പ്രതീക്ഷയുടെ പേരിലാണോ? അല്ല. പുളിക്കൽ മുജാഹിദ് പ്രവർത്തകന്മാരോട് നിങ്ങൾക്ക് ഈ കുട്ടികളോട് ബാധ്യതകളുണ്ട്, നിങ്ങൾക്ക് ഈ കുട്ടികളോട് ഉത്തരവാദിത്തങ്ങളുണ്ട്. പുളിക്കൽ തെരുവുകളിൽ ആ കുട്ടികൾ നിങ്ങളെ വിളിക്കുമ്പോൾ ആ വിളികൾക്ക് ഉത്തരം നൽകേണ്ട ബാധ്യതകളുണ്ട്, ഉത്തരവാദിത്തങ്ങളുണ്ട്. നമ്മുടെ കുടുംബത്തിന് ആ കുട്ടികളോട് ബാധ്യതകളുണ്ട്, നമുക്ക് ആ കുട്ടികളോട് ബാധ്യതകളുണ്ട്. ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കാൻ സംഘടനയുടെ നേതൃത്വങ്ങളോടും വളരെ സ്നേഹത്തോടു കൂടി ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹുവേ, ഞങ്ങളെ നീ അനുഗ്രഹിക്കണം റഹ്മാനെ. ഞങ്ങൾക്കെല്ലാം നീ സ്വർഗം നൽകി അനുഗ്രഹിക്കണം റഹ്മാനെ. പ്രയാസങ്ങളെയും പ്രശ്നങ്ങളെയും നന്മയുടെ മാർഗങ്ങളെ കൊണ്ട്, നന്മയുടെ വെളിച്ചങ്ങളെ കൊണ്ട് പരിഹരിച്ച് എല്ലാ നന്മകളിലും ഞങ്ങളെ നീ ഉറപ്പിച്ച് നിർത്തണം റഹ്മാനെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം. ആമീൻ ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.